വചനത്തിലേക്ക് തിരിയുന്നതിന് മുമ്പായിട്ട് കർത്താവിനെ നോക്കി നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗ്ഗസ്ഥ പിതാവേ, അതേ കർത്താവേ, ഞങ്ങൾ പാടിയതുപോലെ നിൻ സ്വരം കേൾപ്പിക്കുക. അവിടുത്തെ സ്വരം കേട്ടാലല്ലാതെ കർത്താവേ ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട കർത്താവേ, അവിടുത്തെ സ്വരം കേട്ടാൽ മതി. അതിനും അവിടുത്തെ സ്വരം കേട്ടാലല്ലാതെ ഞങ്ങൾ പോവുകയില്ല എന്നുള്ളൊരു ആ ഒരു ആവശ്യബോധത്തോടെ കർത്താവേ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ട് ഞങ്ങളുടെ ആവശ്യം അറിഞ്ഞ് ഇത് പിള്ളേർക്ക് പേര് മനസ്സിലാവുന്ന പോലെ കർത്താവേ ഏറ്റവും സിമ്പിളായിട്ട് കർത്താവേ ഞങ്ങളെ അവിടുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി തരണമേ. അവർക്ക് നാമത്തെ മുഹൂർത്തപ്പെടുത്തണമേ. ഇല്ല യേശു കർത്താവിന്റെ വലിയ മാതൃകയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഞാന് ഇന്ന് കർത്താവിനോടുള്ള ഒരു ദൈനംദിന ജീവിതത്തിലുള്ള ഒരു നടപ്പ്, പ്രായോഗിക ജീവിതത്തില് യേശുവിനോടുകൂടെ നടക്കുന്ന ഒരു കാര്യം, വാക്കിംഗ് വിത്ത് ജീസസ് ഇൻ അവർ ഡേ ടു ഡേ പ്രാക്ടിക്കൽ ലൈഫ്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളുടെ അനുദിന ജീവിതത്തില് കർത്താവിനോടൊപ്പം ഉള്ള ഒരു പ്രായോഗികമായ ഒരു നടപ്പ്, നമ്മളെ കർത്താവിനോടുള്ള വലിയ ആദ്യ സ്നേഹത്തിന്റെ കാര്യവും വലിയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സ്വസ്ഥതയുടെയും ഒക്കെ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നു. പ്രായോഗികമായിട്ടുള്ള നമ്മളുടെ ജീവിതത്തില്, ഓരോ അനുദിന ജീവിതത്തില് യേശുവിനോടൊപ്പം നടക്കുന്ന ഒരു കാര്യം പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു വാക്യം എഫേസ്യർ 5-ാം അധ്യായത്തിലുണ്ടല്ലോ. എഫേസ്യർ 5-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങള് നമുക്ക് ഇവർക്കും പരിചിതമായിട്ടുള്ള വാക്യങ്ങളാണ്. എഫേസ്യർ 5-ന്റെ 1-ാമത്തെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ എനിക്ക് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കൂടെ മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കുഞ്ഞുങ്ങളെല്ലാവരും എന്നെ നോക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഓരോ ദിവസവും നിങ്ങൾ സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, ജോലി സ്ഥലത്ത്, പാടത്ത്, പറമ്പത്ത്, അടുക്കളയില്, സൂപ്പർ മാർക്കറ്റില്, കടയില്, ഡ്രൈവിങ്, നമ്മളെ ഫോൺ വിളിക്കുന്നു, ഫോണിൽ സംസാരിക്കുന്നു, ഫോൺ ഉപയോഗിക്കുന്നു, പത്രം വായിക്കുന്നു. ഇവിടെ എല്ലാം നമ്മള് അതൊക്കെ ഒരു സെക്യുലർ ജീവിതമാണോ? സെക്യുലർ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? ചിലർ പറയും സീക്രട്ട് സെക്യുലർ ഡിവൈഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ചില ആത്മീയ കാര്യങ്ങള്, വചനം വായിക്കുന്നു, ചർച്ചിൽ വരുന്നു, പാട്ട് പാടുന്നു, കുടുംബ പ്രാർത്ഥന, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ ആത്മീയമായ, വളരെ ഭയഭക്തിയോടെ നമ്മുടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങള്. ബാക്കിയുള്ളതൊക്കെ എന്താ സെക്യുലർ ആയിട്ടുള്ള കാര്യങ്ങള്. അവിടെ നിന്നും ദൈവം ഇടപെടണ്ട. ഇത് ദൈവത്തെ ഒരു കൂട്ടിലടച്ചു വെച്ചിട്ട് പ്രാർത്ഥനാ സമയം, ചർച്ചിന്റെ മീറ്റിംഗ്, ആ കാര്യങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ അവിടത്തേക്ക് 1-ാം സ്ഥാനം. എന്നാൽ പിന്നെ നമ്മള് അത് അടച്ചു വെച്ചിട്ട് ദൈനംദിന ജീവിതത്തിലേക്ക് നമ്മളുടെ ഭാര്യയോട്, ഭർത്താവിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ, ഇടപഴകുമ്പോൾ, നമ്മളുടെ കുഞ്ഞുങ്ങളോട്, നമ്മളുടെ അപ്പനമ്മമാരോട്, നമ്മളുടെ അയൽവക്കത്തുകാരോട്, നമ്മളുടെ സഹപ്രവർത്തകരോട്, നമ്മളുടെ പഠിത്തം, നമ്മളുടെ ജോലി, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അതൊക്കെ അതൊക്കെ നമ്മള് സ്വന്തമായിട്ട് നമ്മളുടേതായ ഒരു രീതിയിൽ അങ്ങ് പോകുന്നു. മറ്റേത് ആത്മീയ പ്രവർത്തനങ്ങളും എന്നുള്ളത് ഇൻവേർട്ടഡ് കോമയിലിട്ട് അതൊക്കെ വേറൊരു കമ്പാർട്ട്മെന്റിൽ അങ്ങനെ അടച്ചു മൂടിയിരിക്കുന്നു. അങ്ങനെയാണോ നമ്മുടെ ജീവിതം? അതോ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലേക്കും വരുവാന്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മുറികളും തുറന്നു കൊടുക്കുവാനായിട്ട് കർത്താവിനായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, എല്ലാ മുറികളും നമ്മൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ നടക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്താ വായിക്കുന്നത്? ആകയാൽ, എഫേസ്യർ 5-ന്റെ 1-ാമത്തെ വാക്യം, ആകയാൽ therefore പ്രിയ മക്കൾ എന്ന പോലെ, ബിലവഡ് ചിൽഡ്രൻ, പ്രിയ മക്കൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുവിൻ. ദൈവത്തെ നമ്മളെ കുഞ്ഞു പിള്ളേര് പപ്പ എന്താ ചെയ്യുന്ന അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യും ഇല്ലേ? ചില അച്ഛനും അമ്മയൊക്കെ ചെയ്യുന്ന പോലെ. ഈ പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മ അടുക്കളയിൽ കറി ഉണ്ടാക്കുന്ന കണക്ക് അവർ ഈ കിച്ചൺ സെറ്റൊക്കെ, അവരുടേതായ ചില കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്, കിച്ചൺ സെറ്റ്. അതൊക്കെ പോലെ അച്ഛൻ ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കി തരാം, അതിട്ട് കാപ്പി ഉണ്ടാക്കി തരാം, നമ്മുടെ വായിൽ വെള്ളം പോകുന്നില്ലാതെ ഇതെല്ലാം അവരുടെ അതുപോലെയുള്ള ഓരോ പാത്രവും പാനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കി തന്നെ അതെല്ലാം നമ്മള് ഭക്ഷിച്ചിട്ട് വേണം. അപ്പൊ അത് ചിലപ്പോ അവര് ദോശ എടുത്ത് അങ്ങോട്ട് തിരിച്ചിടും, ചപ്പാത്തി തിരിച്ചിടും. അതുപോലെയൊക്കെയുള്ള വലിയ ഇമിറ്റേഷൻ. ഈ ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ കുറച്ചുകൂടെ ഏർപ്പെട്ടിരിക്കുന്നത് കാറും ബൈക്കും ഒക്കെ, അവരുടേതായ ചില വണ്ടികളും, അവരുടെ ബുള്ളറ്റും തോക്കും അതുപോലെയൊക്കെയുള്ള
അപ്പൊ പപ്പ ചെയ്യുന്നത് പോലെ, മമ്മ ചെയ്യുന്നത് പോലെ, അമ്മ ചെയ്യുന്നത് പോലെ അനുകരിക്കുന്ന കുഞ്ഞുമക്കള്. അവര് അത് അവർക്ക് ചിലപ്പോൾ അതിന്റെ വലിയ റീസണോ കാര്യങ്ങളൊന്നും വലിയ അറിയത്തില്ലായിരിക്കും. പക്ഷെ സിമ്പിളായിട്ട് ആ എന്റെ അച്ഛനാ ചെയ്യുന്നത്, എന്റെ അമ്മയാ ചെയ്യുന്നത്, എന്റെ പപ്പ മമ്മ എങ്ങനെ ചെയ്യുന്നത്, അതുപോലെ അവരും ചിലപ്പം അച്ഛന്റെ വലിയ ഷർട്ടൊക്കെ എടുത്തങ്ങിടും. അല്ലെങ്കിൽ അമ്മയുടെ ചുരിദാറൊക്കെ നിട്ട് നോക്കും. ഇല്ലേ, ഞാനൊന്ന് വലുതായോ എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അതുപോലെ കുഞ്ഞു പിള്ളേരെ പപ്പയും അമ്മയൊക്കെ അനുകരിക്കുന്നത് പോലെ നമ്മളുടെ ദൈവത്തെ അങ്ങ് അനുകരിക്കാനാ, ഇമിറ്റേറ്റ് ചെയ്യാന്, മിമിക് ചെയ്യാൻ, ഇമിറ്റേറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഫോളോവേഴ്സ് എന്നാണ് KJV ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്ന. NASB കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് ഇമിറ്റേറ്റ് എന്നുള്ള ഒരു വാക്ക് അവിടെ മിമിറ്റേസ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മിമിറ്റേസ് അതിൽ നിന്നൊക്കെ ആയിരിക്കും മിമിക്രി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ നമ്മൾ അനുകരിക്കുന്നു. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എന്നെ അനുകരിക്കുവിൻ എന്ന്, അനുഗമിക്കുവിൻ എന്നൊക്കെ 1 Corinthians 11:1 പൗലോസ് പറയുന്നു. ഇതേ വാക്ക് അവിടെ ആ ഇമിറ്റേറ്റേഴ്സ് എന്നുള്ള അതേ മിമിറ്റേഴ്സ് എന്ന് പറഞ്ഞ അതേ പദം തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പം പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുവിൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അനുകരിക്കാനായിട്ട് നമുക്കങ്ങ് ദൈവത്തെ അനുകരിക്കുമോ? ദൈവം എന്ത് ചെയ്യും? ദൈവം അങ്ങ് സ്വർഗങ്ങളിൽ ഇരിക്കുന്ന ഒരു ദൈവം. ഈ ദൈവത്തെ പിടിച്ച് എവിടെ അനുകരിക്കാനാ? അപ്പൊ നമുക്കൊരു മാതൃകയായിട്ട് ദൈവം മുന്നേ ഒരാൾ നിൽപ്പുണ്ട്. ആരാ? യേശു കർത്താവ്. എക്സാമ്പിൾ ആയിട്ട് അതാ ക്രിസ്തുവും, അതാ അടുത്ത വാക്യത്തിൽ വന്നു, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച്, കർത്താവ് നമ്മളെ സ്നേഹിച്ചു. അപ്പോ സ്നേഹിച്ചപ്പോ എന്ത് ചെയ്തു? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന സ്വർഗത്തിൽ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി. നാഴിക 40 തൊട്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് അനൗൺസ് ചെയ്ത് മാത്രമേ ഉള്ളൂ? ഇല്ല. കർത്താവ് എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന്, പിതാവിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ അങ്ങനെ കർത്താവ് നമ്മളെ സ്നേഹിച്ചപ്പോ തന്നെ അതിന് പിതാവിന് ആദ്യം അർപ്പിച്ചു. നമുക്ക് വേണ്ടിയാണ് എന്ന് പിതാവിനായിട്ട് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി എന്ന് പിതാവിനെ ഏൽപ്പിച്ചു. അതാ അതിന്റെ ആ ഒരു അതിന്റെ ആ ഒരു പ്രയോറിറ്റി നമ്മൾ കാണുമ്പം ജീസസ് ക്രൈസ്റ്റ് ഓൾസോ ലവ്ഡ് യു ആൻഡ് ഗേവ് ഹിംസെൽഫ് അപ്പ് ഫോർ us, but that is an offering and a sacrifice to God as a fragrant aroma. പിതാവിനൊരു സൗരഭ്യവാസനയായിട്ട് തന്റെ ജീവിതം യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോ പിതാവിനൊരു സൗരഭ്യവാസനയായിട്ട് അവിടെ ഒരു യാഗം കഴിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു കർത്താവിന്. എന്ന് വെച്ചാൽ കർത്താവിന് യാഗം കഴിക്കേണ്ട കാര്യം എന്താ? ദൈവമല്ലേ, ദൈവത്തിന് യാഗം കഴിക്കേണ്ട കാര്യമുണ്ടോ? യേശു കർത്താവ് ദൈവമല്ലേ, ദൈവത്തിന് യാഗം കഴിക്കേണ്ട കാര്യമുണ്ടോ? ദൈവം മനുഷ്യനായിട്ട് വന്നപ്പോ യേശുവിനെ നമ്മളെപ്പോഴും പറയുന്നതുപോലെ കർത്താവിന് ഒരു സ്വന്തം ഇഷ്ടം ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് ദൈവത്തിൽ നിന്ന് വിപരീതമായിട്ടുള്ള ഒരു ഇഷ്ടം തന്റെ ജഡത്തില് സ്വന്തമായിട്ടുള്ള ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ ഇഷ്ടമല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ അത്രയും ഞാൻ ഭൂമിയിൽ വന്നിരിക്കുന്നു. നമ്മൾ ആ കാര്യം എപ്പോഴും എംഫസൈസ് ചെയ്ത് പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ ആ സ്വന്തം ഇഷ്ടത്തിലൊരു കോടാലി ആക്സ് വീണാലേ യഥാർത്ഥത്തിൽ നമുക്ക് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാനും കർത്താവിന് വേണ്ടി ജീവിക്കാനും കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ തന്നെ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? ഹൗ ക്യാൻ യു ഫോളോ ജീസസ് അൺലെസ് യു what should you do daily to follow Jesus? Take up your cross daily. ഓരോ ദിവസവും ക്രൂസ് എടുക്കാതെ അനുഗമിക്കാൻ ഒക്കെയില്ല എന്ന് പറയുമ്പോൾ അതെവിടെ പറയുന്നത്? ഡെയിലി ക്രോസ് എടുക്കണമെന്ന് പറയുന്ന വാക്യം ഏതാ? ലൂക്കോസ് 9-ാം 23 വാക്യം. ബാക്കി സുവിശേഷങ്ങളിലൊക്കെ ക്രൂസ് എടുത്ത് അനുഗമിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഡെയിലി എന്നുള്ളത് പരിശുദ്ധാത്മാവ് സ്പെസിഫിക് ആയിട്ട് ലൂക്കോസിലൂടെ പറയുന്നുണ്ട്. ദിവസവും പൗലോസ് അത് കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്ത് പൗലോസിന്റെ അനുഭവത്തിൽ നിന്ന് നിരന്തരം എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിരന്തരമായിട്ട് യേശുവിന്റെ മരണം എന്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുന്നു, കർത്താവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. 2 Corinthians 4-ാം 10-11 വാക്യങ്ങളിൽ. 2 Corinthians 4:10. ഞാൻ അതിലോട്ടൊന്നും ഇപ്പൊ പോകുന്നില്ല. അങ്ങനെ എല്ലാവർക്കും നമുക്ക് പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ള വാക്യങ്ങളായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഓർമ്മ കാണും. ഓർമ്മയിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് എടുക്കുന്ന നോക്കി. 2 Corinthians 4-10-11 വാക്യങ്ങളിൽ നിരന്തരമായിട്ട് ക്രൂസ് എടുക്കുന്ന കാര്യമാണ് പറയുന്നത്. ഡെയിലി എന്ന് പറയുമ്പോൾ വൺസ് എ ഡേ അല്ല, മറിച്ച് ഇപ്പൊ ഈ ഡോക്ടർമാര് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ വൺസ് എ ഡേ, ത്രൈസ് എ ഡേ. ചിലരാണെങ്കിൽ കണ്ടിന്യൂസ് ഇൻഫ്യൂഷനാ, അത് ഇങ്ങനെ IV ഇൻഫ്യൂഷനായിട്ട് നിരന്തരം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇത് IV ഇൻഫ്യൂഷനായിട്ട് പോകേണ്ട കാര്യമാണ് ക്രൂസ്.
എപ്പോഴും നിരന്തരം അവിടെ ക്രൂസിൽ എന്ന് പറഞ്ഞാല് നമുക്ക് ദൈവത്തോടൊപ്പം നടക്കാനുള്ള തടസ്സം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ജഡമാണ്. നമുക്ക് കർത്താവിന്റെ ആഗ്രഹം നമ്മൾ കർത്താവിനോടൊപ്പം നടക്കണം എന്നുള്ളൊരു കാര്യമാണ്. നടക്കുന്നത് നല്ലൊരു എക്സസൈസ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മള് ആത്മീയ ജീവിതത്തിൽ ഒരു നടപ്പുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തില് യേശു കർത്താവിനോട് കൂടെ നമ്മളുടെ ക്വൈറ്റ് ടൈം, ശാന്തസമയം ചെലവഴിക്കുന്നു, വചനം ധ്യാനിക്കുന്നു, എല്ലാം നല്ല കാര്യങ്ങൾ തന്നെ. പിന്നെ പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ കർത്താവിനെ മുമ്പേ പോകാൻ അനുവദിച്ചുകൊണ്ട്, കർത്താവെ അവിടുന്ന് നയിച്ചാട്ട് ഞാനിതാ വരുന്നു, കർത്താവെ അവിടുന്ന് നയിക്കുന്നത് പോലെ വരുവാന് കർത്താവെ ഓരോ സമയത്തും എന്ന് പറഞ്ഞാല് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. നമ്മളിപ്പം ചിലപ്പം സഹോദരിമാർക്ക് എസ്പെഷ്യലി അടുക്കളയിലെ ചില കാര്യങ്ങളായിരിക്കും, വീട്ടിലെ ചില കാര്യങ്ങളായിരിക്കും, സഹോദരന്മാർക്കും വീട്ടിലെ ചില ഉത്തരവാദിത്തങ്ങൾ, ജോലിയിലെ ഉത്തരവാദിത്തങ്ങൾ, നമ്മളുടെ ചില ഭാവിയിലുള്ള ചില കാര്യങ്ങൾ, അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ സമയം ചെലവഴിക്കുന്ന വിധം, ഇതെല്ലാം കർത്താവെ അവിടുത്തെ സാന്നിധ്യത്തില് അവിടുത്തോടുള്ള ഒരു കൂട്ടായ്മയിൽ എനിക്ക് ചെലവഴിക്കണം. എന്നുവെച്ചാൽ നമ്മള് യുനോ നമ്മള് എല്ലാ ദിവസവും വചനമൊക്കെ വായിച്ച് കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നമ്മൾ സമയം ചെലവഴിക്കണം എന്നുള്ള കാര്യം നമുക്ക് നമ്മളെപ്പോഴും മുന്നിൽ പറയുന്നതും കർത്താവിനോടുള്ള ഒരു അതിസ്നേഹവും കർത്താവിനോടുള്ള സമയം ചെലവഴിക്കുന്ന കാര്യങ്ങളും ആ കാര്യങ്ങളൊക്കെ പാറപ്പടപ്പിലെ പ്രാവിനെ കുറിച്ചൊക്കെ ദ ഡവ് ഇൻ ദ ക്ലഫ്റ്റ് ഓഫ് ദ റോക്കിനെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കർത്താവിനോടൊപ്പം ഉള്ള ആ ഒരു സമയം, എന്നാൽ ആ സമയം അതങ്ങ് നിറഞ്ഞു കവിഞ്ഞ് നമ്മുടെ ദൈനംദിന പ്രായോഗിക ജീവിതത്തില് നമ്മള് ഓരോ സമയത്തും കർത്താവിന്റെ ആ ഒരു സാന്നിധ്യത്തിൽ നമ്മളിപ്പോ ജോലി സ്ഥലത്ത് നമ്മളിപ്പോ സ്കൂളിൽ പോകുന്നത്, ജോഹാൻ ഇപ്പൊ സ്കൂളിൽ പോകുന്നു, പിന്നെ സ്കൂൾ ബസ്സിൽ കയറുന്നു, സ്കൂളിൽ പോകുന്നു, അവിടുന്ന് പഠിക്കുന്നു. ഇപ്പം അവിടെ ഇപ്പം ടീച്ചർ പഠിപ്പിക്കുമ്പോൾ നമ്മളുടെ സ്വന്തം ഇഷ്ടം എന്താ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കാനോ എന്തെങ്കിലും ഒന്ന് വർത്താനം പറയാനോ ആയിരിക്കും പിള്ളേരുടെ സ്വന്തം ഇഷ്ടം, അല്ലേ? നമ്മള് ടീച്ചർ പഠിപ്പിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാനൊക്കെ ഒരു ടെൻഷൻ വരത്തില്ലേ, അല്ലേ? അല്ലേ മോനെ? അല്ലേ മോളോ? അല്ലേ? അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം. എന്നാൽ നമ്മളവിടെ കർത്താവേ ജീസസ് എങ്ങനെ ആയിരിക്കും ഒരു സ്റ്റുഡന്റ് ആയിരിക്കുന്നത്? ജീസസ് ഇവിടെ നല്ലൊരു ഒബീഡിയന്റ് ആയിട്ട് ടീച്ചർ പറയുന്ന അതുപോലെ കേട്ട് ഫുള്ള് ഗ്രാസ്പ് ചെയ്ത് ശ്രദ്ധിച്ച്, ഇപ്പൊ നമ്മൾ ജോലി സ്ഥലത്താണെങ്കിൽ നമ്മള് എന്തെങ്കിലുമൊക്കെ ഉഴപ്പി സമയം കളയാനായിരിക്കും നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള ടെൻഡൻസി. പക്ഷെ ജോലി നമ്മൾ ആത്മാർത്ഥമായിട്ട് ബെസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യും. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഇപ്പൊ നമ്മളുടെ എന്ത് ചെയ്താലും കർത്താവിന് എന്നവണ്ണം ചെയ്യുവിൻ എന്നാണ് ഇവിടെ കൊളോസ്യർ 3:23-24 വട്ടവയിടൂ. നമുക്ക് ആ വാക്യത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് പോകണോ? നമ്മള് ഞാൻ ആ വാക്യവും പറയണമെന്ന് വിചാരിച്ച വാക്യം തന്നെ ഇവിടെ എഫേസ്യർ 5 നമുക്ക് പെട്ടെന്ന് കൊളോസ്യറിലേക്ക് പോകണമെങ്കിൽ അധികം ദൂരമൊന്നുമില്ല. ഒന്ന് മറിച്ചാല് ഫിലിപ്പിയർ വരും, പിന്നെ അത് കഴിഞ്ഞാൽ കൊളോസിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 23 and 24. എനിക്ക് ഒത്തിരി വർഷങ്ങളായിട്ട് തന്നെ വെല്ലുവിളിച്ചിട്ടുള്ള ഒരു വാക്കുകൾ. നമ്മളുടെ ദൈനംദിന ജീവിതം നമുക്ക് ആ എഫേസ്യർ 5 നമുക്ക് വരാം. കർത്താവ് സൗരഭ്യവാസനയായിട്ട് പിതാവിന് നൽകി എന്ന് പറയുവാണ്. അപ്പോൾ സൗരഭ്യവാസനയായിട്ട് നൽകി എന്ന് പറയുമ്പോൾ അവിടെ ഒരു വഴിപാടായിട്ട്, ഒരു സാക്രിഫൈസ് ആയിട്ട് നൽകി എന്ന് പറയുമ്പോൾ, സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെൽഫ് ലൈഫ് ഉണ്ട്, ഒരു സ്വയജീവനുണ്ട്, സ്വന്തം ഇഷ്ടമുണ്ട്. അത് പിതാവിന് അങ്ങ് അടിയറവ് പറഞ്ഞു. അതില്ലാതെ നമുക്ക് യേശുവിനെ അനുഗമിക്കാൻ പറ്റത്തില്ല. ആ യേശുവിന് പോലും സ്വന്തം ഇഷ്ടം ബലികഴിക്കാതെ പിതാവിനെ അനുഗമിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. സർവശക്തനായ ദൈവമാണ്. എന്നാ ആ സർവശക്തിയും ജ്ഞാനവും എല്ലാം ഉരിഞ്ഞു വെച്ച് കർത്താവ് ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നപ്പം പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത് പിതാവിന്റെ സൗരഭ്യവാസനയായിരുന്നു. അത് നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടിയാ ചെയ്ത്. ആ സ്നേഹത്തിൽ നടക്കുവാനാണ് എഫേസ്യർ 5:1-2 വാക്യങ്ങളിൽ അങ്ങനെ ദൈവത്തെ അനുകരിക്കാൻ നമ്മളോട് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ മൊട്ടവഴി ഇടൂ എന്നാണ്. എന്ത് ചെയ്താലും അത് കൊളോസ്യർ 3:23 നമ്മൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മൊട്ടവഴി ഇടൂ. എന്ത് ചെയ്താലും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് നമ്മള് 1 Corinthians 10:31 പറയുന്നുണ്ട്, നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. മൊട്ടവഴി ഇടൂ, വെദർ യു ഈറ്റ് ഓർ ഡ്രിങ്ക് എന്ന് പറയുന്ന ആ വാക്യത്തിലൂടെ നമുക്ക് പോവാം. അപ്പം ഇവിടെ whatever you do, എന്ത് ചെയ്താലും അത് മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. ഇപ്പൊ നമ്മള് ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതെന്നാ നമ്മുടെ ഒരു ഉത്തരവാദിത്വമായി പോയി, അതുകൊണ്ട് അങ്ങ് ചെയ്ത് കളയാം, എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കാം. അപ്പൊ നമ്മളുടെ ജഡത്തിൽ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാല് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് നല്ലതായിട്ടൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ
ഇങ്ങനെ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യാനും മറ്റുള്ളവരെ ഒന്ന് അവരിൽ മതിപ്പുളവാക്കാൻ വേണ്ടിയൊക്കെ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. എന്നാൽ എന്ത് ചെയ്താലും അത് മനസ്സോടെ, ഹാർട്ടിലി, പൂർണ്ണ ഹൃദയത്തോടെ, അത് ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നേ? അത് ഞാന് യുനോ നമ്മൾ പഠിക്കാൻ പറയുന്നു. മലയാളം പഠിക്കുന്നത് ആർക്കാ? അച്ഛനും അമ്മച്ചിക്കും, അച്ഛനും അമ്മയ്ക്കും വേണ്ടിയല്ല, കുറച്ച് കർത്താവിന് വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്. മലയാളം പഠിക്കുന്ന വെച്ചാൽ ഇവർക്ക് ഏറ്റവും പ്രയാസമുള്ളത് മലയാളം, അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു. നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് നമ്മളെ ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞ് ഡോക്ടറായിട്ട് ഇപ്പം പ്രാക്ടീസ് ചെയ്യാൻ പോവുക. അപ്പം എന്ത് ചെയ്താലും നമ്മൾ രോഗിയെ ചികിത്സിക്കുന്നു, നമ്മള് അവരെ കാണുന്നു, അവരുടെ കഥകൾ കേൾക്കുന്നു. അത് ആർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത്? വാട്ട് എവർ യു ഡു, കൊളോസിൻസ് 3:23 നമ്മളിപ്പോ ഉള്ളത്. എന്ത് ചെയ്താലും കർത്താവിന് എന്ന വണ്ണം ചെയ്യാൻ, കർത്താവെ അവിടത്തേക്കായിട്ട് ഞാൻ മറ്റാർക്കും വേണ്ടിയല്ല, മറ്റാരിലും ഇപ്പൊ ബാക്കിയുള്ളവർ എന്നെ കണ്ടിട്ട് ഞാൻ എത്ര വലിയ ആളാ, എത്ര നല്ല ഡോക്ടറാ എന്ന് പറയണം എന്നുള്ളതല്ല. ഞാന് ഇപ്പം പെട്ടെന്ന് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് എണീറ്റ് വന്നിരുന്ന പെട്ടെന്ന് ആ കാര്യം പറഞ്ഞത്. ഇപ്പൊ എന്ത് ചെയ്താലും കർത്താവെ മറ്റുള്ളവർ എന്നെ കുറിച്ച് നല്ലത് പറയുന്നു, ചീത്ത പറയുന്നു, അതല്ല, മറിച്ച് യേശുവിനായിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഞാൻ ഈ രോഗിയെ ചികിത്സിക്കുന്നത് യേശുവിനായിട്ട്. ഞാൻ ഇനിയിപ്പോ പഠിക്കാൻ പോകുന്നത്, ഇപ്പൊ എൻട്രൻസ് പ്രിപ്പറേഷൻ ഇപ്പം പഠിക്കാൻ പോകും. അത് വട്ടവർ ഐ ഡു, ഞാനിപ്പോ അത് പഠിത്തം, അത് എന്തെങ്കിലുമൊക്കെ എല്ലാവരും പഠിക്കുന്നത്, അതുകൊണ്ട് ഞാൻ എങ്ങനെങ്കിലുമൊക്കെ അങ്ങനെ കർത്താവെ ഞാനിത് അങ്ങേക്കായിട്ടാണ് പഠിക്കുന്നത്. ഞാൻ എന്റെ PG പ്രിപ്പറേഷന് ഞാൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് യുനോ ഐ വോണ്ട് ടു ഡു PG നോട്ട് ഫോർ മീ but for you and your church and for the perishing world എന്ന് ഞാനത് കർത്താവിനോട് പറയും. ഞാൻ അവിടെ വലിയൊരു അവിടെ PG ഒരു എൻട്രൻസിന്റെയൊക്കെ പ്രിപ്പറേഷൻ സമയത്ത് ഞാൻ അവിടെ ചർച്ചിൽ ടെസ്റ്റിഫൈ ചെയ്തതൊക്കെ ഓർക്കുന്നുണ്ട്. കർത്താവിനോട് പറഞ്ഞൊരു വാക്ക, അതായത് ഞാൻ PG പോസ്റ്റ് ഗ്രാജുവേഷൻ എനിക്കായിട്ട് ഞാനല്ല ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ഞാനത് അങ്ങേക്കായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അത് അങ്ങയുടെ സഭയ്ക്കായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നശിച്ചു പോകുന്ന ലോകത്തിനായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് ആ വാക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നു കർത്താവിന്റെ കൃപയാൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറയുന്നത് വെച്ചാല് നമ്മൾ എന്ത് ചെയ്താലും whatever you do, നമ്മൾ അടുത്ത സെമസ്റ്റർ എക്സാമിന് പഠിക്കുമ്പോഴും whatever you do it as unto the Lord. അതാണ് നമ്മൾ Ephesians 5:1-2 വാക്യങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. കർത്താവിനോടൊപ്പം പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിലുള്ള നടപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ കൊളോസർ 3-ാം അധ്യായത്തിന്റെ 23-24 വാക്യത്തിൽ ഇപ്പോൾ ഉള്ളത്. കറന്റ് ലൊക്കേഷൻ കൊളോസർ 3-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ എന്ത് ചെയ്താലും, ഇപ്പൊ നമ്മുടെ കിച്ചണിൽ ഇപ്പൊ ഒന്ന് മമ്മിയെ സഹായിക്കാൻ പറയുന്നു. മമ്മിക്ക് വേറെ ജോലിയൊന്നുമില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാട്ടിയിട്ട് അങ്ങ് പോവാം, അങ്ങനെയാണോ? അല്ല, മറിച്ച് കർത്താവിനായിട്ട് ഞാനത് ചെയ്യുന്നത് വളരെ ഹാർട്ടോടെ. എങ്ങനെ അമ്മയെ കുറച്ചുകൂടെ നന്നായിട്ട് സഹായിക്കും. മമ്മി 1 മൈൽ ദൂരം ചെയ്യാൻ പറയുന്ന അയാൾക്ക് 2 മൈൽ ദൂരം, ഒരു എക്സ്ട്രാ മൈലും കൂടെ. എന്നുവെച്ചാൽ മമ്മി ഇത് തേങ്ങ തിരുമാനേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ തേങ്ങ തിരുമ്പോ കറിക്ക് അരിഞ്ഞു കൂടെ തരാം എന്ന് പറയുന്നത്. അതാ ആ ഒരു കർത്താവിന് എന്ന് പറയുന്ന മനസ്സോട് ചെയ്യുന്ന കാര്യം. നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ ആ ഒരു മനോഭാവം, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഞാൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ചെറിയ കാര്യങ്ങൾ വിശ്വസ്തരായിരിക്കുന്നവരാ വലിയ കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കുന്നേ എന്ന് എവിടെ പറയുന്നേ? ലൂക്കോസ് 16-10 വാക്യത്തില ഹി ഹു ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ ലിറ്റിൽ തിങ് വിൽ ഓൾസോ ബി ഫെയ്ത്ത്ഫുൾ ഇൻ മച്ച്. നമ്മുടെ മനപ്പാട വാക്യമായിരുന്നു കുറച്ച് നാൾ മുമ്പ് അല്ലേ? എന്താ? ഹി ഹു ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ ലിറ്റിൽ തിങ്, അല്പത്തിൽ വിശ്വസ്തൻ അധികത്തിലും വിശ്വസ്തനായിരിക്കും. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മളുടെ ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള ആ വിശ്വസ്തത, നമ്മളുടെ സമയം നമ്മൾ ചെലവഴിക്കുന്ന കാര്യങ്ങള്, നമ്മൾ പണം ചെലവഴിക്കുന്ന കാര്യങ്ങള്, നമ്മളുടെ ഭാര്യയോട് ഭർത്താവിനോട് നമ്മൾ സംസാരിക്കുന്ന വിധങ്ങള്, നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ സംസാരിക്കുന്ന വിധങ്ങൾ, അപ്പനമ്മമാരോട് സംസാരിക്കുന്ന വിധങ്ങൾ, അപ്പനമ്മമാര് എസ്പെഷ്യലി നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ളവരെ അപ്പനമ്മമാരെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞൊരു തർക്കുത്തരവും വാശിയും ദേഷ്യവും ആണ്. അത് നമ്മള് ശരിയാണ് അവർ പറയുന്നത്. ചിലപ്പം അവർ പറയുന്ന എല്ലാം നമുക്ക് യോജിക്കാൻ പറ്റത്തില്ലെങ്കിലും അവർ ബഹുമാനത്തോടെ മമ്മി ഇക്കാര്യം ഇങ്ങനെ ഞാൻ ചെയ്യട്ടെ അല്ല, പക്ഷെ അവരങ്ങനെ പറയുമ്പോൾ നമ്മളതിനെ കീഴടങ്ങും. കർത്താവ് എങ്ങനെ ആയിരിക്കും അപ്പനും അമ്മയ്ക്കും കീഴടങ്ങിയത്? യോസെഫിനും മറിയയ്ക്കും, യോസെഫും മറിയയും ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള, വളരെ അപൂർണത നിറഞ്ഞ സാധാരണ മനുഷ്യനായിട്ടുള്ള മാതാപിതാക്കളായിരുന്നു. അവർ വളരെ വിശുദ്ധിയും ദൈവഭയവും ഉള്ള മാതാപിതാക്കളായിരുന്നു. എങ്കിൽ പോലും പഴയ ഉടമ്പടിയിൽ ഉണ്ടായിരുന്ന ആ ഒരു പല ന്യൂനതകളുള്ള മാതാപിതാക്കളായിരുന്നു. കർത്താവ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, പരിപൂർണനായിട്ടുള്ള, ഒരു പാപവും തിരിയിട്ടില്ലാത്ത അവിടുന്ന് ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ് ആയിട്ട് കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചെങ്കിലും ആ മാതാപിതാക്കൾ പറയുന്നതിന് അതുപോലെ അങ്ങ് കീഴടങ്ങി കൊടുത്തു. അതുപോലെ തന്നെ
അനുസരിച്ച് സബ്മിറ്റ്. അവര് മനസാക്ഷി വിരുദ്ധമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്തു എന്നുള്ളതല്ല, മറിയോ ജോസഫ് അങ്ങനെ പറയുന്നു അല്ല ഞാൻ പറയുന്നത്. എങ്കിലും യുനോ ആ ഒരു ദൈവചനപ്രകാരം ആ ഒരു എല്ലാ കാര്യത്തിനും ചെറുതും വലുതുമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കാം, ചിലപ്പം ചില അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കാം. എങ്കിലും നമ്മൾ അതങ്ങ് അനുസരിക്കുമ്പോൾ ഇപ്പം ഭർത്താവ് ഒരു കാര്യം പറയുന്നു, ഭാര്യ അതിനങ്ങ് കീഴ്പ്പെടുന്നു. ഭാര്യയുടെ ചില അഭിപ്രായങ്ങൾ അത് തന്റെ അഭിപ്രായത്തെക്കാട്ടിലും ആ കാര്യത്തിന് ആ കുറച്ചുകൂടി ആ, ഒരു അതിനാണ് കുറച്ചുകൂടി ഒരു സാധുത, അതിനാണ് കുറച്ചുകൂടി ഒരു ജ്ഞാനം ഉള്ളതെന്ന് കാണുമ്പോൾ ഭർത്താവ് ആ കാര്യം അത് അങ്ങനെയാണോ, മോൾ അങ്ങനെയാണോ ചിന്തിക്കുന്നത്, കുഞ്ഞ് അങ്ങനെയാണോ, ചില ഭാര്യ അങ്ങനെയാണോ ചിന്തിക്കുന്നത്, അതിന് മോളെ കുഞ്ഞെന്നൊക്കെ എന്റെ ഭാര്യ വിളിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോ അപ്പൊ അങ്ങനെയാണോ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ പരസ്പരം ആ ഒരു കീഴടങ്ങുന്ന, സ്നേഹിക്കുന്ന ആ ഒരു പ്രായോഗിക ജീവിതം, അതാ നമ്മളുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആ ഒരു സീക്രട്ട് സെക്യുലർ ഡിവൈഡ് ഇല്ല. അതാ നമ്മൾ ആദ്യം പറഞ്ഞു വന്നേ. ചില കാര്യങ്ങൾ ആത്മീയമായിട്ടുള്ള ബൈബിൾ കാര്യങ്ങൾ മാത്രമൊക്കെ വളരെ സീക്രട്ട്, ബാക്കി നമ്മൾ പ്രായോഗിക ജീവിതം അത് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലാതെ, അങ്ങനല്ല. മറിച്ച് എന്റെ ജീവിതത്തിന്റെ എല്ലാ മുറികളിലേക്കും എല്ലാ മേഖലകളിലേക്കും യേശു കർത്താവിന് ഒരു പ്രവേശനം. എന്റെ ചിന്തകളാവട്ടെ, എന്റെ മനോഭാവങ്ങളാവട്ടെ, എന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, മോട്ടീവ്സ്. 5 ഏരിയാസ് നമ്മൾ മെയിൻ ആയിട്ട് പറയാറുണ്ട് അല്ലെ. മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. എന്തിനാ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നേ, അതായത് കർത്താവിനായിട്ട് ചെയ്യണം എന്നുള്ള കാര്യം നമ്മളിപ്പം വായിച്ച്. ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്താലും കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് ചെയ്യണമെന്ന 1 Corinthians 10:31 വായിക്കുന്നത്. 1 Corinthians 10:31 വട്ട് എവർ യു ഡു, വെദർ യു ഈറ്റ് ഓർ ഡ്രിങ്ക്, ഡു ഇറ്റ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ നാമമഹത്വത്തിനായിട്ട് ചെയ്യുന്ന അതിലേക്ക് നമുക്ക് പോകുന്ന ഇവിടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സിന്റെ കാര്യം പറഞ്ഞു, ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഓരോ കാര്യം നമ്മൾ എന്തിനു വേണ്ടിയാ SSA എക്സാം അല്ലേ, അതോ SST എക്സാം അല്ലേ, എന്ന് സ്റ്റാർ സോറി HST എക്സാം എന്തിനു വേണ്ടി എഴുതുന്നത്? കർത്താവിനായിട്ടാണ് ഞാൻ എഴുതുന്നത്. ഹൈസ്കൂൾ ടീച്ചർ എക്സാം എഴുതാൻ പോവാ ഡൽസി എന്ന് പറഞ്ഞിട്ട് നമ്മള് ഓരോ കാര്യവും അതിന്റെ ഞാൻ എന്തിനു വേണ്ടിയാ ഞാൻ ഞാൻ പറഞ്ഞ വാക്കുകൾ, ഐ വോണ്ട് ടു ഡു ഈസി നോട്ട് ഫോർ മീ ബട്ട് ഫോർ യു, ഫോർ യുവർ ചേർച്ച് ആൻഡ് ഫോർ പെറിഷിംഗ് വേൾഡ്. ആ ഒരു കർത്താവെ അങ്ങയ്ക്കായിട്ട് എന്ത് ചെയ്ത, അങ്ങയ്ക്കായിട്ട്, അവിടുത്തെ സഭയ്ക്കായിട്ട്, ഈ നശിച്ചു പോകുന്ന ലോകത്തിനായിട്ടാണ് കർത്താവ് ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളുടെ ആ സെൽഫിനെ അങ്ങ് ടോണിൽ നിന്ന് മാറ്റി നമ്മൾ അങ്ങ് സറണ്ടർ ചെയ്യുമ്പോൾ വലിയ ഫ്രീഡമാണ് നമുക്കുള്ളത്, വലിയ സ്വാതന്ത്ര്യം. മറ്റേതാണെങ്കിൽ അയ്യോ അവര് പഠിക്കുന്നു ഇവര് പഠിക്കുന്നു, നമ്മൾ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല, അയ്യോ ഞാന് ചർച്ചിൽ വന്ന അത്രയും സമയം എനിക്ക് പോകത്തില്ലേ, ബാക്കിയുള്ള പിള്ളേരെ അപ്പൊ ആ സമയത്ത് കൂട്ടിരുന്ന MCQ ചെയ്യുമായിരിക്കും, അവർ പ്രോജക്റ്റ് ചെയ്യുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ചർച്ചിലൊക്കെ വരാതെ ആ സമയം കൂട്ടിരുന്ന് പഠിച്ചാല് ഇപ്പൊ ഇവിടെ നമ്മുടെ ജ്യോതിസ് പാലയിൽ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യുന്ന എത്ര നല്ല എക്സാമ്പിൾ, വെരി ഗുഡ്. ചിലപ്പോ ബാക്കിയുള്ള പിള്ളേർ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഈ സമയത്തിരുന്ന് അവർ അത്രയും കൂടെ MCQ ചെയ്യുമായിരിക്കും, അപ്പൊ ഞാനും കൂടെ അത്രയും കൂടെ ചെയ്താൽ എനിക്ക് അങ്ങനെയല്ല, മനസ്സിലായില്ല. ഇത് കർത്താവിനായിട്ടുള്ള എന്റെ സമയം എല്ലാം കർത്താവിനുള്ളതാ. അപ്പൊ കർത്താവെ അവിടുത്തെ വചനം കേൾക്കാനായിട്ട് കുറച്ച് സമയം, അവിടുത്തെ കൂട്ടായ്മ, അവിടുത്തെ കർത്താവെ അവിടുത്തെ വചനം കേൾക്കാനായിട്ട്, അവിടുത്തെ കൂടിവരവിനായിട്ട്, സഭയ്ക്കായിട്ട് സമയം എന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊരു മുൻഗണന, ഒരു പ്രയോറിറ്റി കർത്താവിന് 1ാം സ്ഥാനം കൊടുക്കുമ്പോൾ, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതാ, ദൈവത്തെ രാജാവായിട്ട് വെക്കുമ്പോൾ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൂടെ കിട്ടിക്കോളും. അത് എന്റെ ജീവിതത്തിന്റെ സാക്ഷി എനിക്ക് വിശ്വസിക്കുന്ന നിങ്ങളൊക്കെ മിക്കവർക്കും തന്നെയും, ഒരു പക്ഷെ എല്ലാവർക്കും തന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. കർത്താവിന് നമ്മൾ 1ാം സ്ഥാനം കൊടുക്കുമ്പോൾ, കർത്താവിന്റെ 1ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥാനവും കർത്താവിനെ ഞങ്ങൾ കൊടുക്കുമ്പോൾ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ, നമുക്ക് ജോലിയാണോ, വിവാഹമാണോ, കുഞ്ഞുങ്ങളാണോ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ, വേറെ ഓരോ കാര്യങ്ങൾ, ഓരോ നീഡ്സ്, നമ്മളുടെ എല്ലാ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ മതിയായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. അപ്പം ഇവിടെ ഞാൻ 5 ഏരിയാസ് പറയുമായിരുന്നു. ആറ്റിറ്റ്യൂഡ്സ്, അപ്പൊ ആദ്യം മോട്ടീവ്സ് പറഞ്ഞാൽ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, എന്തിനാണ് ചെയ്യുന്നത്, ആറ്റിറ്റ്യൂഡ്സ്, നമ്മുടെ മനോഭാവങ്ങൾ, എല്ലാ മുറികളിലേക്കും കർത്താവിനെ അനുവദിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാൻഡ്ബറിന് എക്സാമ്പിൾ ആയിട്ട് കേട്ടിട്ടുണ്ട് അല്ലെ, നമ്മുടെ ഒരു ജീവിതം ഒരു വലിയ ഒരു കെട്ടിടം, ഒരു 10 bedroom ഹൗസ് അല്ലെങ്കിൽ ഒരു 100 bedroom ഹൗസ് ആയിട്ട് ഇമാജിൻ ചെയ്യുവാന്നിരിക്കട്ടെ. 100 bedroom ഹൗസ് ആയിട്ട് ഇമാജിൻ ചെയ്യാൻ കുറച്ച് പാടാണ്. അറ്റ്ലീസ്റ്റ് 10 bedroom ഇമാജിൻ ചെയ്തു, അറ്റ്ലീസ്റ്റ് 5 bedroom ഇതായിട്ട് ഇമാജിൻ ചെയ്യുവാണെങ്കിൽ ഈ മോട്ടീവ്സ്, പിന്നെ ആറ്റിറ്റ്യൂഡ്സ്, നമ്മുടെ മനോഭാവങ്ങൾ, ബാക്കിയുള്ള നമ്മളുടെ സഹോദരങ്ങളുള്ള മനോഭാവം, നമ്മളുടെ മുതിർന്നവരോടുള്ള മനോഭാവം, കുഞ്ഞു പിള്ളേരോടുള്ള മനോഭാവം,
പിന്നെന്താ വിശ്വാസികളുള്ള മനോഭാവം, നമ്മുടെ മേലധികാരികളുള്ള മനോഭാവം, നമുക്ക് താഴെയുള്ള ചിലപ്പോൾ സാമ്പത്തികമായിട്ടോ സാമൂഹിക നിലവാരത്തിലോ നമ്മളോട് കുറച്ചുകൂടെ നമ്മൾ താഴെയുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം, അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡ്സ്, ആ കാര്യങ്ങളിലൊക്കെ യേശുവിന്റെ അതേ ഭാവം വരുവാൻ, നിങ്ങളിൽ യേശുവിന്റെ അതേ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ഫിലിപ്പിയർ 2-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ, ഫിലിപ്പിയൻസ് 2:5 എന്താ നമ്മൾ വായിക്കുന്നത്? ഹാവ് ദിസ് ആറ്റിറ്റ്യൂഡ് ഇൻ യു വിച്ച് വാസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഈ മനോഭാവം, ഈ മനസ്സിന് ക്രിസ്തുവിനുള്ള അതേ ഭാവം തന്നെ നിങ്ങളിലുണ്ടാവട്ടെ. കർത്താവ് എങ്ങനെ ഓരോ കാര്യത്തെ നോക്കി കണ്ടു, ആ കാര്യങ്ങളെ, ആ മനോഭാവം, ദൈവത്തോടുള്ള മനോഭാവം, മനുഷ്യരോടുള്ള മനോഭാവം, വിശ്വാസികളുള്ള മനോഭാവം, അവിശ്വാസികളുള്ള മനോഭാവം, നേതാക്കന്മാരുള്ള മനോഭാവം, രാഷ്ട്രീയക്കാരുള്ള മനോഭാവം, തീവ്രവാദികളുള്ള മനോഭാവം, തീവ്രവാദികളായിട്ടുള്ള ഇങ്ങനെ മത തീവ്രവാദികളൊക്കെ നമ്മുടെ രാജ്യത്തും അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഉണ്ട്. ഇപ്പൊ ഗ്രഹാം സ്റ്റെയിൻസിനെ, ആ വാർത്ത വായിച്ചായിരുന്നു. ഗ്രഹാം സ്റ്റെയിൻസിനെ കത്തിച്ചു കൊന്ന പ്രതികളിൽ ഒരാൾ മാനസാന്തരപ്പെട്ടതായിട്ട് അദ്ദേഹം പേരുമൊക്കെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പൊ 14 വയസ്സേ ഉള്ളായിരുന്നു. 1999 ജനുവരി 22 അർദ്ധരാത്രിയിലായിരുന്നു ദാരാസിംഗിന്റെ നേതൃത്വത്തിൽ അനേകർ ചെന്ന് ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന 58 വയസ്സുള്ള ഒരു മിഷണറി, ഓസ്ട്രേലിയൻ മിഷണറി, അദ്ദേഹത്തിന്റെ പിഞ്ചു കുഞ്ഞുങ്ങള്, ഇത് 10-6 വയസ്സുള്ള ഫിലിപ്പ് ടിമത്തി എന്ന് പറയുന്ന 2 ആൺമക്കളെ അവര് ഒരു ജീപ്പില് റെസ്റ്റ് ചെയ്യുമായിരുന്നു പുറത്ത്. അപ്പൊ ആ ജീപ്പിന് തീയിട്ട് അവരെ ചുട്ടരിച്ച് കൊന്നു കളഞ്ഞതിൽ അന്ന് ഭയങ്കര മത തീവ്രവാദിയായിരുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകനായിരുന്ന അദ്ദേഹത്തിന്റെ പേര് കുറച്ച് ഈ നോർത്ത് ഇന്ത്യൻ പേരായിരുന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇന്നലെ ഞാനത് വാട്സപ്പിലൊക്കെ ഉണ്ടായിരുന്നു പല ഗ്രൂപ്പുകളിൽ അദ്ദേഹത്തിന്റെ ഒരു പേര്. അപ്പൊ അന്ന് അദ്ദേഹത്തിന് 14 വയസ്സായിരുന്നു. അദ്ദേഹം അന്ന് അതിന്റെ പ്രതിയായിട്ട് ഒത്തിരി വർഷങ്ങൾ അദ്ദേഹം എന്താ ദുർഗുണ പാഠശാലയിലും ഒക്കെ ഇത്ര വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അന്ന് 14 വയസ്സിലേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ ഭയങ്കര നീറുന്ന മനസാക്ഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്ന് കർത്താവിലാ ഉള്ളത്. അതെന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ആരെയും എന്നെ പ്രലോഭിപ്പിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും തന്ന മതം മാറ്റിയതല്ല, ഞാൻ ക്രിസ്തുവിലുള്ള സമാധാനം അനുഭവിക്കുന്നു, അതുവരെ ഞാൻ ഭയങ്കര നീറുന്ന വലിയ ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഞാൻ പറഞ്ഞ ശരി. അങ്ങനെ ആ ഒരു തീവ്രവാദികളോടുള്ള മനോഭാവം എന്ന് ഞാൻ പറയുന്നത് പറഞ്ഞാല്, ഒരു മത തീവ്രവാദികള് അവര് ശൗലുമാരാണ് അല്ലെ. ശൗലിനെ ദൈവം എന്ത് ചെയ്തു? പൗലോസാക്കി മാറ്റി എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയുള്ളവരെയും കർത്താവ് സ്നേഹിക്കുന്നു. ഹമാസ് ഏതോ തീവ്രവാദിയുടെ തലവന്റെ മോനെങ്ങാണ്ട് വിശ്വാസത്തിലേക്ക് വന്നതിന്റെ സാക്ഷിയൊക്കെ നമ്മള് അതൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ. അതുപോലൊക്കെയുള്ള വളരെ സീറ്റൻ വർഷിപ്പിൽ നിന്നൊക്കെ വിശ്വാസത്തിലേക്ക് വന്ന ആൾക്കാരുണ്ട്. അപ്പം അതുപോലൊക്കെയുള്ള അതുപോലൊക്കെയുള്ള ഈവൻ രാഷ്ട്രീയത്തിന് സിനിമയിലും ഒക്കെ ഉണ്ടായിരുന്നവരൊക്കെ എത്ര പേര് വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളവരുണ്ട്. അപ്പൊ നമ്മൾ ആരെയും എഴുതി തള്ളുന്നില്ല. എല്ലാവരോടും മനോഭാവം, നമ്മൾ ആരെയും ലുക്ക് ഡൗൺ അപ്പോൺ ചെയ്യുന്നില്ല. അവർക്ക് നമ്മൾ അവരുടെ സ്ഥാനത്തായിരുന്നു നമ്മൾ ജനിച്ചിരുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം അതിനെക്കാട്ടി മോശക്കാരായിരുന്നേനെ. ചിലര് വെളിച്ചത്തോട് പ്രതികരിക്കാത്തവരുണ്ട്, എന്നാൽ എത്രയോ പേര് വിശ്വാസത്തിലേക്ക് വരുന്നവരുണ്ട്. ഞാൻ പറഞ്ഞ മറ്റുള്ളവരുടെ മനോഭാവം, അപ്പൊ ഉദ്ദേശ ലക്ഷ്യങ്ങള്, മോട്ടിവ്സ്, ആറ്റിറ്റ്യൂഡ്സ്, മനോഭാവം, പിന്നെ ചിന്തകള്, നമ്മളുടെ ചിന്തകള്, ഓരോ നമ്മളുടെ ചിന്തകള് എങ്ങനെയുള്ള ചിന്തകളായിരിക്കും ചിന്തിക്കേണ്ടത്. ഞാനിപ്പോ ഇവിടെ ഈ ക്ലോസർ ഇതങ്ങ് വായിച്ച് തീർത്തുകൊണ്ട് ഞാൻ ഫിലിപ്പിയർ 4-ലെ ആ ചിന്തകൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യം ഒന്ന് അതിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നമ്മളിപ്പോ കൊളോസർ 3:23 നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്ക് എന്നല്ല കർത്താവിന് എന്ന പോലെ, എങ്ങനെ ആർക്കെന്ന വേണം അത് നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യം ജീസസിനായിട്ടാണ് ഞാൻ പഠിക്കുന്നത്, ജീസസിനായിട്ടാണ് ഞാൻ ഒബേ ചെയ്യുന്നത്, ജീസസിനായിട്ടാണ് ഞാൻ ഓരോ കാര്യം എന്റെ ജീവിതം എന്റെ കർത്താവിനായിട്ടൊരു സൗരഭ്യവാസന. നമുക്ക് ഇതിനായിട്ട് ആരെ എക്സാമ്പിൾ ആയിട്ടുള്ളത് നമ്മൾ എന്താ കണ്ടേ? എഫേസ്യർ 1:2 5:1-2 എന്താ കണ്ടേ? ക്രൈസ്റ്റ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പിതാവിന് സൗരഭ്യവാസനയായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അതുപോലെ നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. പ്രായോഗിക ജീവിതത്തില് നമ്മൾ എന്ത് ചെയ്താലും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോട് ചെയ്യുവിൻ, അവകാശമെന്ന പ്രതിഫലം ആരാ നമുക്ക് തരുന്നേ? കർത്താവ് തരും. ഇപ്പം എന്റെ വീട്ടിൽ ഞാൻ ഒരാളെ ജോലിക്ക് നിർത്തിയിട്ട് കൂലി കൊടുക്കേണ്ട സമയം വരുമ്പോൾ ഞാൻ പറയും, അതെ അങ്ങനെ അയൽവക്കക്കാരനോട് ചെന്ന് കൂലി ചോദിക്കാൻ പറഞ്ഞ അത് ന്യായമാണ്. എനിക്ക് വേണ്ടി ഒരാൾ ജോലി ചെയ്ത് ഞാൻ കൂലി തരും എന്ന് പറഞ്ഞതുപോലെ ഇത് നാം കർത്താവിനായിട്ട് ചെയ്യുമ്പം ആരാ നമുക്ക് പ്രതിഫലം തരുന്നേ? കർത്താവ് തരുന്നേ. അതേ പറഞ്ഞേക്കുന്നേ, അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്ന് പറഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിക്കുവിൻ. അപ്പൊ ആ ഒരു വാക്യം, ആ 2 വാക്യങ്ങളിൽ നമുക്ക് എന്താ മനസ്സിലായിരുന്നേ? നമുക്ക് എന്ത് ചെയ്താലും
കർത്താവിനെ സേവിക്കാനൊക്കെ ശുശ്രൂഷിക്കാനൊക്കെ നമുക്ക് സെർവിങ് ജീസസ്, സെർവിങ് ദ ലോർഡ് എന്ന് പറയുമ്പം നമ്മൾ പ്രസംഗിച്ചാലേ കർത്താവിനെ ശുശ്രൂഷിക്കാനൊക്കത്തുള്ളൂ, അല്ലെങ്കിൽ വലിയ വലിയ ബൈബിൾ ക്ലാസ് എടുത്താലോ അല്ലെങ്കിൽ നമ്മൾ സുവിശേഷം പറഞ്ഞാൽ അതെല്ലാം ഇതിന്റെ എല്ലാവരും പാർട്ടാണ്, ശരിയാണ്, അതെല്ലാം ഏറ്റവും അവിഭാജ്യ ഘടകങ്ങളാണ്. എങ്കിൽ പോലും ദൈവം നമുക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും ഒരേപോലുള്ള ഗിഫ്റ്റ് ആയിരിക്കത്തില്ല. ചിലപ്പോൾ നമ്മളൊരു ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഒരു യുവാവായിരിക്കും, ഒരു സ്കൂളിൽ പഠിക്കുന്നത്, നമുക്ക് അത്ര ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിക്കാണത്തില്ല. പക്ഷെ നമ്മളുടേതായ ആ ഒരു തലത്തിൽ നമുക്കിപ്പോ പഠിക്കാനായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വിശ്വസ്തയോട് ജോലി ചെയ്യാനും വീട്ടിലെ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും കർത്താവിന്റെ സാക്ഷിയായിട്ട് ജീവിക്കാനായിരിക്കും. അപ്പൊ എന്ത് കാര്യങ്ങളാണെങ്കിലും അവിടെ എല്ലാം കർത്താവിന്റെ എന്തുകൊണ്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആരെയാ സേവിക്കുന്നേ? കർത്താവിനെയാ സേവിക്കുന്നത്. നമ്മള് മനുഷ്യർക്കായിട്ട് ചെയ്യുവാണെങ്കിൽ മനുഷ്യരെ സേവിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി തന്നെ എനിക്കായിട്ട് എനിക്കൊരു നല്ല പേരുണ്ടാവണം, എന്നെ എല്ലാവരും ഒന്ന് അറിയണം, ഞാൻ എത്ര വലിയ നല്ല മനുഷ്യനാണെന്ന് അറിയണം, എനിക്ക് വേണ്ടി തന്നെ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എന്നെ തന്നെ ഞാൻ ശുശ്രൂഷിക്കുന്നത്, ഞാൻ കർത്താവിനെ അല്ല. ഞാൻ ചിലപ്പോൾ വലിയ വലിയ ആത്മീയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്, പക്ഷെ ഞാൻ എന്റെ പേരിന് വേണ്ടി അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ ശുശ്രൂഷിക്കും, എന്റെ സെൽഫിനെ, എന്റെ സ്വയജീവനെ ഞാൻ ശുശ്രൂഷിക്കുന്നു. അപ്പൊ അതുകൊണ്ട് കർത്താവിന് പ്രതിഫലം ചോദിക്കാൻ ചെല്ലുമ്പോൾ കർത്താവ് അത് ചെയ്തിട്ട് ഇത് ചെയ്തിട്ട് നിന്റെ നാമത്തിൽ ഞങ്ങള് ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങളെ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങള് അത്ഭുത വീര്യപ്രവൃത്തികൾ ചെയ്തു, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ട് പോലും ഇല്ലല്ലോ, നിങ്ങൾ എനിക്കായിട്ട് എന്തെങ്കിലും ചെയ്തായിരുന്നോ? എന്നാ അവിടെ കർത്താവ് അവിടെ മത്തായി 7:22-23 വാക്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്താലും കർത്താവിന് എന്താണ് ചെയ്യും. ഈ ഏറ്റവും ചെറിയ ശിഷ്യന് കർത്താവിന്റെ ശിഷ്യന് എന്ന് അംഗീകരിച്ച് അവനൊരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ പോലും അതിനും ഉള്ള പ്രതിഫലം ഇല്ലാതിരിക്കത്തില്ല എന്ന് പറയുമ്പോൾ, കർത്താവിന്റെ ശിഷ്യനെന്ന് അറിഞ്ഞ് നമ്മള് കർത്താവിനെന്ന് പറഞ്ഞ ഒരാൾക്ക് ചെയ്യുമ്പോൾ അതിനുള്ള പ്രതിഫലം ആരാ? ഉടമസ്ഥനായ തന്റെ ശിഷ്യന്റെ ഉടയവനായ കർത്താവ് നമുക്ക് തരും. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് എന്ത് ചെയ്താലും നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങള് നമ്മൾ എന്ത് ചെയ്താലും കർത്താവ്, ഞാൻ ഉറങ്ങിയാലും ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും എല്ലാം കർത്താവെ അവിടുത്തെ നാമോദത്തിനായിട്ടാണ്, അവിടത്തേക്കായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളൊരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ എന്താ നമ്മളിവിടെ വായിക്കുന്ന അവകാശം എന്ന ഇൻഹെറിറ്റൻസ്, അതാ യു വിൽ റിസീവ് ദ റിവാർഡ് ഓഫ് ദി ഇൻഹെറിറ്റൻസ്. നമുക്ക് ആ ഒരു നിത്യജീവൻ ദൈവം നമുക്ക് അധികമായിട്ട് തരും. കർത്താവിന്റെ സ്വഭാവം, കർത്താവിനുള്ള കൂട്ടായ്മ, നമുക്ക് സ്വർഗത്തിന്റെ ആ വലിയ ഒരു വാട്ടവും ഒരു കോട്ടവും ഇല്ലാത്ത അക്ഷയമായിട്ടുള്ള ആ വലിയ ഇൻഹെറിറ്റൻസ്, കർത്താവിന്റെ ആ ജീവന്റെ ആ ഒരു അവകാശം എന്ന പ്രതിഫലം, കർത്താവിന്റെ ജീവന്റെ കിരീടം അല്ലെങ്കിൽ നീതിയുടെ കിരീടം എന്നൊക്കെ നമ്മൾ പ്രതിഫലമായിട്ട് നമ്മള് വായിക്കുമ്പോൾ എന്താ, ജീവന്റെ കിരീടം എന്ന് പറഞ്ഞാൽ വലിയൊരു കിരീടം, ആക്ഷരികമായിട്ടുള്ള ഒരു കിരീടം നമ്മുടെ തലമണ്ടയ്ക്ക് അന്ന് കർത്താവ് കൊണ്ട് വെക്കുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അത് ആലങ്കാരിക ഭാഷയാണ്. ജീവന്റെ കിരീടം നമുക്ക് അണിയിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ജീവൻ നമുക്ക് തരുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ മനസ്സിലാവുന്നത്. എന്നുവെച്ചാല് ആ വലിയൊരു കർത്താവിന്റെ ഒരു ജീവനും കർത്താവിന്റെ കൂട്ടായ്മയും അതുപോലെ വലിയൊരു ഗ്ലോറി, വലിയൊരു തേജസ് നമുക്കന്ന് കർത്താവിനോടുള്ള ഒരു അടുപ്പം, കർത്താവിന് കാന്തയായിട്ടിരിക്കുന്ന വലിയൊരു ജീവന്റെ കിരീടം, നീതിയുടെ കിരീടം എന്നൊക്കെ നമ്മളവിടെ വായിക്കുമ്പോൾ അതാ ഇന്ന് തന്നെ അതിന്റെ ഒരു ചെറിയ ഫോട്ടേസ്റ്റ് ദൈവം നമുക്ക് തരും. നമ്മളെ അധികമായിട്ട് ജീവൻ അണിയിക്കും. വിൽ ഹാവ് ദ ക്രൗൺ ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ യു വിൽ ബി ക്രൗൺഡ് വിത്ത് ലൈഫ് എന്ന് വേണമെങ്കിലും പറയാം. എന്ന് പറഞ്ഞാല് നമ്മളെ ജീവനാൽ നിറച്ച് കർത്താവ് കിരീടം അണിയിക്കും. ജീവന്റെ കിരീടം എന്ന് പറയുമ്പോൾ ആക്ഷരികമായിട്ടുള്ള ഒരു മരണശേഷം ലഭിക്കുന്ന തീർച്ചയായിട്ടും ഉണ്ടെന്ന് അതൊരു പ്രതിഫലം. എന്നാൽ ഇന്ന് തന്നെ ഒരു പ്രതിഫലമുണ്ട്. കർത്താവിന്റെ ജീവനെ, കർത്താവിന്റെ നീതിയെ അധികമായിട്ട് നമുക്ക് കർത്താവ് പകർന്നു തരും. അപ്പൊ ആ അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്ന് പറഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിക്കുന്നു. അപ്പൊ ഞാൻ നമ്മളെ ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ് കണ്ടു. പിന്നെ നമ്മുടെ തോട്ട്സ്, ചിന്തകളുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ കൊളോസ്യർക്ക് തൊട്ട് മുമ്പേ എന്താ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിലെ ചിന്തകളെ കുറിച്ച് എങ്ങനെയുള്ളതാ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണ്ടേ? എന്തെങ്കിലുമൊക്കെ ഒരർത്ഥവും അന്തവും ബന്ധവും ഇല്ലാതെ വെറുതെ ഡേ ഡ്രീമിങ്ങില് ദിവാസ്വപ്നം കണ്ട് എന്തെങ്കിലുമൊക്കെ സമയം ചെലവഴിക്കാനല്ല, മറിച്ച് നമ്മുടെ ചിന്തകളെ ഒടുവിൽ സഹോദരന്മാരെ എന്നുള്ള പദപ്രയോഗം നമുക്ക് വളരെ പരിചിതമാണെന്നറിയാം. എന്നാൽ ഇത് ഈ ഒടുവിൽ സഹോദരന്മാരെ എവിടെ കാണുന്നത് വെച്ചാൽ ഫിലിപ്പർ 4:8 അപ്പൊ അതിന് തൊട്ട് മുമ്പേ പൗലോസ് ഒടുവിൽ സഹോദരന്മാരെ പറഞ്ഞായിരുന്നു. ഇവിടെ 3:1 പറഞ്ഞിട്ട് 1:1 ഒടുവിൽ സഹോദരന്മാരെന്ന് പറഞ്ഞ് ഫിനിഷ് ചെയ്യാൻ പോയപ്പോ പൗലോസിന് പിന്നെ അങ്ങ് എനിക്ക് നിർത്താൻ പറ്റുന്നില്ല എനിക്ക് എന്ന് പറഞ്ഞ് പൗലോസ് പിന്നെയും എഴുതിയിട്ട് ഒടുവിൽ സഹോദരന്മാരെ ഞാൻ നിർത്തുവാണേ, ഒന്നുകൂടെ തന്നെ ക്ഷണിച്ചോണേ എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് ഒരിക്കലേ പറഞ്ഞുള്ളെങ്കിൽ നമ്മള് അവര് എക്സ്ക്യൂസിന് ഞാൻ പലപ്പോഴും പറയാറുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പം ഒടുവിൽ സഹോദരന്മാരെ ഫിലിപ്പർ 4:8 വാക്യം, സത്യമായതൊക്കെയും, അതായത് അവസാനം അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ, ലെറ്റ് യുവർ മൈൻഡ് ഡ്വെൽ ഓൺ ദീസ് തിങ്സ്. നമ്മളുടെ ചിന്തകള് എല്ലാ ചിന്തകളും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ പിടിച്ചെടുക്കണമെന്നൊക്കെ നമ്മൾ
2 Corinthians 10:5 നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാ വാക്യങ്ങളിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. ഞാൻ ആ വാക്യം റെഫറൻസ് പറയുക, മിക്കവർക്കും അറിയാവുന്ന വാക്യമാണ്. 2 Corinthians 10:5 നമ്മളുടെ ചിന്തകളെ ബ്രിങ്ങിങ് എവറി തോട്ട് ക്യാപ്റ്റീവ് ടു ദ ഒബീഡിയൻസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നുണ്ട്. കർത്താവേ, അവിടുത്തെ അനുസരണത്തിലേക്ക് എന്റെ ചിന്തകൾ നമുക്കായിട്ടൊന്നും പറ്റത്തില്ല. പരിശുദ്ധാത്മാവിനെ നമ്മളങ്ങ് സമ്പൂർണ്ണമായിട്ടും ഒരു 0 ആയിട്ട് 0 കീഴടക്കി കൊടുക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാനുള്ള. 0 കീഴടക്കി കൊടുക്കും. പരിശുദ്ധാത്മാവിന് നമ്മളെ ചിന്തകളെ നിയന്ത്രിക്കും. ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനമെന്ന് ഇവിടെ പറയുന്ന റോമർ 8-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. മൈൻഡ് സെറ്റ് ഓൺ ദ സ്പിരിറ്റ് ഈസ് ലൈഫ് ആൻഡ് പീസ്. റോമർ 8-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യം എന്താ? ഞാൻ എല്ലാത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ പലപ്പോഴും റെഫർ ചെയ്ത വാക്യങ്ങളായതുകൊണ്ട് ഞാൻ പിന്നെയും വീണ്ടും അത് പറയുമെന്നുള്ളതേ ഉള്ളൂ. ആത്മാവിന്റെ ചിന്ത, പരിശുദ്ധാത്മാവ് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുമ്പോൾ ഒരു ജീവനും സമാധാനമുള്ള ചിന്തകൾ. ആ ജീവനും സമാധാനമുള്ള ചിന്തകൾ എവിടെ? ഫിലിപ്പർ 4:8. നമ്മുടെ കറണ്ട് ലൊക്കേഷൻ എവിടെ? ഫിലിപ്പർ 4:8. ഫിലിപ്പീൻസ് 4:8 എന്താ പറയുന്നത്? ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും വാട്ട് എവർ ഇസ് ട്രൂ, എന്തെങ്കിലുമൊക്കെ യുനോ ദിവാസ്വപ്നങ്ങളും സ്പെക്കുലേഷൻസും വെറുതെ നമ്മള് എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഡേ ഡ്രീമിങ്ങില് ഫാന്റസി വേൾഡില് ഉള്ള ഒരു സമയം ചെലവഴിക്കലല്ലേ, മറിച്ച് സത്യമായതൊക്കെ വാട്ട് എവർ ഇസ് ട്രൂ, വാട്ട് എവർ ഇസ് ഓണറബിൾ, ഘനമായത്, അതാ വാട്ട് എവർ ഇസ് ഓണറബിൾ, ആ ഒരു മാന്യതയുള്ളത്, ആ ഒരു ബഹുമാനിക്കത്തക്കതായിട്ടുള്ള ഒരു ഘനം, ആ ഒരു വെയിറ്റ് ഉള്ളത്, ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ജീവന്റെ ഒരു ഘനമുള്ള കാര്യങ്ങൾ. അല്ലാതെ നിസ്സാരമായിട്ടുള്ള അവരെന്നെ കണ്ട് ചിരിച്ചില്ല, ഇവരെന്നെ അവരുടെ ഫംഗ്ഷന് വിളിച്ചില്ല, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ചിലരുടെ വലിയ വലിയ അന്താരാഷ്ട്ര ഇന്നലെ ഒരു ഭാര്യയും ഭർത്താവും, അവര് ഇങ്ങനെ ഭാര്യയും ഭർത്താവും, ഭർത്താവിന്റെ അമ്മയും ഭാര്യയുടെ അമ്മയും എല്ലാം കൂടെ വലിയ അന്താരാഷ്ട്ര പ്രശ്നം ചർച്ച ചെയ്യാനായിട്ട്. അപ്പൊ എന്താ പ്രശ്നം പറഞ്ഞ ഇത്രയേ ഉള്ളൂ, എന്തോ പഴംപൊരിക്ക് പറയുമ്പോ അവരെ ചിരിച്ചു. എന്തോ അവര് വലിയ പ്രശ്നമായ സംഭവം ഇത്രയേ ഉള്ളൂ. പഴംപൊരിക്ക് എന്തോ പഴുത്ത പഴം ചീവിയത് ശരിയായില്ലെന്ന് ഭർത്താവ് പറഞ്ഞു. അപ്പത്തേക്കും ഭാര്യയ്ക്ക് അങ്ങ് പണക്കമായി. ഭാര്യ ചെന്ന് മുകളിൽ ചെന്ന് കതവടയ്ക്കുന്നു. അപ്പത്തേക്കും അമ്മായിയെ വിളിക്കുന്നു. അപ്പത്തേക്കും പിന്നെ ഭാര്യയ്ക്ക് ഭയങ്കര പാനിക് ആവുന്നു. അങ്ങനെ ഇന്നലത്തെ റിലേറ്റുള്ള കാര്യം വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഇത് ചിരി വരുമെങ്കിൽ പോലും നമ്മൾ അതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പെങ്കൊച്ചേനെ പറഞ്ഞ് സോറി ഡോക്ടർ, എനിക്ക് തന്നെ അറിയത്തില്ല, എനിക്ക് പുള്ളിക്കാരത്തേക്ക് അവർ ചെറിയ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വേറെ പല ഇതിലോട്ടൊക്കെ അങ്ങ് പോയി. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതാണ് വലിയ അന്താരാഷ്ട്ര പ്രശ്നം. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെക്കാട്ടിലും വലിയ പ്രശ്നമാണല്ലോ ഇവിടെ പഴംപൊരിക്ക് അരിഞ്ഞത് ശരിയായില്ലെന്ന് പറഞ്ഞൊരു കമന്റ്. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ നമ്മള് ഇങ്ങനെ ചിലർ പറയുന്നുണ്ടെങ്കിൽ ചെറിയ വാക്കുകളായിരിക്കും നമ്മൾ വലിയ വലിയ കാര്യം. ഇപ്പം ചെറിയ നിസ്സാരമായിട്ടുള്ള ഡോണ്ട് മേക്ക് ഫസ്റ്റ് ഓഫ് ദാറ്റ് തിങ് നമ്മൾ പറയത്തില്ലേ, ഒരു ചെറിയ കാര്യത്തിന് വലിയ എന്തോ കാര്യമായിട്ട് മേജറിങ് ഓൺ ദ മൈനേഴ്സ്, ഡോണ്ട് മേക്ക് എ ഫസ്റ്റ് ഓഫ് ദാറ്റ് എന്ന് പറയും. ഇംഗ്ലീഷിലൊരു പ്രയോഗം വെച്ചാൽ ചെറിയ കാര്യത്തിന് ഒത്തിരി വലിയ കാര്യമായിട്ട് കിടന്ന് അതിനെക്കുറിച്ച് അയ്യോ അതങ്ങനെ പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞു, ഇതിങ്ങനെ ചെയ്തു, അയ്യോ അങ്ങനെ മറന്നുപോയത്. ചെറിയ കാര്യമായിരിക്കും, നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ നമ്മളൊരു പലപ്പോഴും ആൾക്കാരോട് പറയാറുള്ളത്, നിങ്ങൾ കുറച്ചുകൂടി ഇപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന കാര്യം ഒരു 5 വർഷത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോ എങ്ങനെയായിരിക്കും? അപ്പൊ ചില പറയും 5 വർഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോ തന്നെ ഒന്നുമില്ലെന്ന് മനസ്സിലാവും. പക്ഷെ എന്താ ചെയ്യുന്നത്, ആ സമയത്ത് അങ്ങ് ഇങ്ങനെ ആയി പോകുന്നു. ചെറിയ ചെറിയ കാര്യമാണ്. നമ്മള് വലിയ വലിയ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ അയ്യോ ഇതിനൊക്കെ വെറുതെ ഞാൻ സമയം കളഞ്ഞല്ലോ, ഇതൊക്കെ ആലോചിച്ച് ഞാൻ വെറുതെ വിഷമിച്ചിരുന്നല്ലോ, ഇതൊക്കെ ആലോചിച്ച് ഞാൻ വെറുതെ ടെൻഷൻ അടിച്ചല്ലോ, അല്ലെങ്കിൽ ഇതൊക്കെ ആലോചിച്ച് ഞാൻ വെറുതെ ദേഷ്യപ്പെട്ടല്ലോ, അല്ലെങ്കിൽ കയ്പായിട്ടിരുന്നല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ഇതാ അങ്ങനെയുള്ള ആ ചെറിയ നിസ്സാര കാര്യങ്ങളൊക്കെ വിട്ട് ഘനമായതൊക്കെ ചിന്തിക്കാനാ കുറച്ചുകൂടെ ഒരു കുറച്ചുകൂടെ നിത്യതയുടെ മൂല്യമുള്ള ഘന ഉള്ള ആ ഒരു വെയിറ്റ് ഉള്ള ഓണറബിൾ ആയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് നീതിയായതൊക്കെ വാട്ട് എവർ ഇസ് റൈറ്റ്, ഏറ്റവും നീതി ന്യായമായിട്ടുള്ള ഏറ്റവും ശരിയായിട്ടുള്ള കർത്താവിന്റെ സ്വഭാവത്തിനോട് ചേർന്ന് നിൽക്കുന്ന വാട്ട് എവർ ഇസ് പ്യോർ, നിർമ്മലമായത്, വെറുതെ എന്തെങ്കിലുമൊക്കെ അശുദ്ധമായിട്ടുള്ള നമ്മുടെ മനസാക്ഷി മലീമസപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്കല്ല, മറിച്ച് നിർമ്മലമായിട്ടുള്ള കാര്യങ്ങൾ, പ്യോർ, വാട്ട് എവർ ഇസ് പ്യോർ. പിന്നെന്താ രമ്യമായതൊക്കെയും, അതെ, വാട്ട് എവർ ഇസ് ലവ്ലി, ആ ഒരു ദൈവത്തിന്റെ കണ്ണിലെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ. ഇന്നലെ നിങ്ങൾ ആ വാക്ക് പഠിച്ചില്ലേ, രമ്യം, മനോരമ്യം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ മലയാളത്തിൽ പഠിക്കാനുണ്ട്. രമ്യമായതൊക്കെ വാട്ട് എവർ ഇസ് ലവ്ലി, ദൈവത്തിന്റെ കണ്ണില് മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ ലോകത്തിന്റെ കണ്ണിൽ മനോഹരമായിട്ടുള്ളത് ദൈവത്തിന്റെ കണ്ണിൽ അറപ്പ. അത് ലൂക്കോസ് 16:15 നമ്മൾ പറയാറുണ്ട്. മനുഷ്യന്റെ കണ്ണിൽ മഹത്വകരമായിട്ടുള്ളത് ദൈവത്തിന്റെ കണ്ണിൽ. പിന്നെ ദൈവത്തിന്റെ കണ്ണിൽ മനോഹരമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഇപ്പം ചിലപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളുടെ ചില നല്ല പെരുമാറ്റങ്ങളോ, ചില ചില കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരെ അഭിനന്ദിക്കാനും, ചിലരുടെ ചില നന്മയും കരുണയും സഹായ മനസ്കതയൊക്കെ
മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ, ദൈവത്തിന്റെ കണ്ടിൽ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചാട്ടെ. വെറുതെ ആവശ്യമില്ലാത്ത കുറെ അന്തവും ബന്ധമില്ലാത്ത കാര്യങ്ങളെ ഓർത്ത് ചിന്തിച്ചുകൊണ്ട് സമയം കളയാതെ അത് രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും വാട്ട് എവർ ഇസ് ഓഫ് ഗുഡ് റെപ്യൂട്ട്, ആ ഒരു ഒരു നല്ല കർത്താവിന്റെ സാക്ഷ്യത്തിന് ഉതകുന്ന തരത്തിലുള്ള നല്ല സൽകീർത്തിക്കായിട്ടുള്ള കാര്യങ്ങൾ, സൽകീർത്തി ആയതൊക്കെയും സദ്ഗുണമോ പുകഴ്ചയോ, അതാ എക്സലൻസോ എനിത്തിങ് വർതി ഓഫ് പ്രൈസ്, നല്ല ഗുണം, എക്സലൻസ്, കർത്താവിന്റെ ആ ഒരു സ്വഭാവത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ, പുകഴ്ച, ദൈവത്തിന്റെ നാമം മോഹതപ്പെടുന്ന ചില കാര്യങ്ങൾ, പുകഴ്ചയോ, അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇറ്റ് യുവർ മൈൻഡ് ഡ്വെൽ ഓൺ ദീസ് തിങ്സ്. ആ ഒരു നമ്മളുടെ മനസ്സ്, നമുക്കൊരു നമ്മളുടെ വില്ലില് നമുക്കൊരു ചോയ്സ് ഉണ്ട് എന്ത് കാര്യത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണമെന്ന്. അപ്പം നമ്മളുടെ ദേഹിയില് എന്തുണ്ട്? നമ്മുടെ വില്ലുണ്ട്, മൈൻഡ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ വാട്ട് എവർ യു ചൂസ് ടു തിങ്ക്, നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ ആയിരിക്കും നമ്മളുടെ സ്വഭാവവും. അപ്പൊ നമ്മൾ വെറുതെ വ്യർത്ഥമായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ ചിന്തിച്ച് അങ്ങനെയൊക്കെ വെറുതെ സമയം കഴിയുമ്പോൾ ചിലപ്പം അവര് അങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, പലരെ കുറിച്ച് ദേഷ്യത്തിന്റെ ചിന്തകൾ, കയ്പിന്റെ ചിന്തകൾ, അല്ലെങ്കിൽ അവരിങ്ങനെ പെരുമാറണമായിരുന്നു, അവരിങ്ങനെ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ദൈവം എന്റെ ഈ പ്രാർത്ഥന അങ്ങനെ ചെയ്തില്ല, അങ്ങനെയൊക്കെയുള്ള വെറുതെ ആവശ്യമില്ലാത്ത ചിന്തയിലോട്ട് പോവാതെ നമ്മെ തന്നെ നമ്മളുടെ ആ വില്ലില്, നമ്മളുടെ ആ ഇച്ഛയില് നമ്മളിതിനെ താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവെ, പരിശുദ്ധാത്മാവ്, നമ്മുടെ ആത്മാവിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിഞ്ഞ് നമ്മളുടെ വില്ലിനെ അങ്ങ് നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് വി ക്യാൻ ചൂസ് ടു തിങ്ക് ദ വേ ദ ലോർഡ് വാണ്ട്സ് us ടു തിങ്ക് മോർ ആൻഡ് മോർ. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, പക്ഷെ പൗലോസ് ആ ഒരു അത്രയും ആ ഈ ഒരു മനസ്സിന്, തന്റെ മനസ്സിനെ പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത പൗലോസിന് ഇങ്ങനെ പറയാൻ സാധിച്ചു, നമുക്കോ ക്രിസ്തുവിന്റെ മനസ്സുണ്ട്. നമുക്കോ എന്നല്ല, ശരിക്കും അവിടെ ഞങ്ങൾക്കോ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ഒന്ന് കുരുന്തർ 2:16 അല്ലേ? 1 Corinthians 2:16 പൗലോസ് പറയുന്നത് ഫോർ വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ആ വാക്യം ഒന്ന് പെട്ടെന്ന് എടുത്തോട്ട്, 1 Corinthians ആണ് 2 Corinthians ആണെന്ന് എനിക്ക് തന്നെ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അതെ, 1 Corinthians തന്നെ. 1 Corinthians 2:16 നാമോ ക്രിസ്തുവിന് മനസ്സുള്ളവർ. നാമോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മതി കൊരിന്ത് ക്രിസ്ത്യാനികളോട് നാമോ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, മലയാളത്തിൽ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക്. വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ പൊരുതി വിശ്വാസികൾ ഉദ്ദേശിക്കുന്നില്ല. ഈ ലേഖനം എഴുതിയ ആരൊക്കെയാ? പൗലോസും സോസ്തനേസും സോസ്തനേസും എഴുതുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ക്രിസ്തുവിന് മനസ്സുള്ളവരാകുന്നു. നമ്മളുടെ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ 5 മേഖലകളിൽ നമ്മളിപ്പോ എവിടെയൊക്കെ പോയി, എഫേസ്യർ 5:1 നമ്മള് കൊളോസ്യർ 3:23-24 പോയി, ഫിലിപ്പിയർ 4:8 വന്നു. അപ്പം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങള്, പിന്നെന്താ, നമ്മളുടെ മനോഭാവങ്ങള്, നമ്മളുടെ ചിന്തകള്, പിന്നെ നമ്മളുടെ വാക്കുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അറിയാം, വാക്യങ്ങളൊക്കെ അറിയാം ഏതൊക്കെയാ. എഫേസ്യർ 4:29, കൊളോസ്യർ 4:6 നമ്മൾ എപ്പോഴും പറയുന്ന വാക്കുകളാണ്. ഞാനതൊന്നും പറയാൻ ഇലാബറേറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന വാക്കുകൾ പറയണം എന്നുള്ള കാര്യമൊക്കെ എഫേസ്യർ 4:29 നമ്മൾ വായിക്കുന്നു. കൃപ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് കൃപ. മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ വാക്കുകളിലൂടെ പ്രവഹിക്കണമെങ്കിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നമ്മളങ്ങ് ക്രൂസിലിരുന്നാൽ മതി. നമ്മളങ്ങ് ജസ്റ്റ് നീഡ് ടു ഡൈ ടു അവർസെൽഫ്. ആ ഒരു ദൈവം കർത്താവ് നമ്മളെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ, ഇപ്പം ഈ വാക്കുകളുടെ കാര്യം എന്ന് പറയുമ്പോഴും, പിന്നെന്താ പ്രവൃത്തികളുടെ കാര്യം, വാക്കിന്റെ കാര്യം കൊളോസ്യർ 4:29 എല്ലാവർക്കും അറിയാവില്ല, പറഞ്ഞു കൃപ ലഭിക്കുന്ന ആവശ്യത്തിനൊത്തവണ്ണ കൂടുതൽ നീടത്താവ ആത്മീയവർദ്ധന ഉതകുന്ന കാര്യങ്ങളൊക്കെ പറയണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ കൊളോസ്യർ 4:6 നിങ്ങൾ ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ സംസാരിക്കുന്ന കാര്യമൊക്കെ പറയുന്നത്. പിന്നെ നമ്മുടെ പ്രവർത്തികൾ. അപ്പം 5 ഏരിയാസ്, മെയിനായിട്ടുള്ള 5 ഏരിയാസ് എന്താ? ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ്, തോട്ട്സ്, വേർഡ്സ്, ഡീഡ്സ്. കിട്ടിയോ? ഉദ്ദേശ ലക്ഷ്യങ്ങള്, അല്ലെങ്കിൽ മനോഭാവങ്ങള്, ഉദ്ദേശ ലക്ഷ്യങ്ങള്, ചിന്തകള്, വാക്കുകള്, പ്രവൃത്തികള്. ഈ 5 മേഖലകൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും കർത്താവിനായിട്ട് നമ്മൾ തുറന്നു കൊടുക്കുമ്പോൾ അവിടെ ഒരു ക്രോസ് ഉണ്ട്. ഈ ഓരോ കാര്യത്തിലും നമുക്കൊരു ചോയ്സ് ഉണ്ട്. അതാ നമ്മൾ തിരിച്ച് ഞാൻ എഫേസ്യർ 5:1-2 വാക്യങ്ങളിലേക്ക് വന്ന് ഞാൻ അങ്ങ് നിർത്താം. എഫേസ്യർ 5:1-2 വാക്യങ്ങളിൽ നമ്മൾ തുടങ്ങിയത് ആകയാൽ പ്രിയ മക്കൾ. ആകയാൽ എന്ന് പറഞ്ഞ അവിടെ തൊട്ട് മുമ്പ് എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണം എന്നുള്ള കാര്യം പറയുന്നത്. അതിന്റെ തൊട്ട് മുമ്പ് എഫേസ്യർ 4:32 നിങ്ങൾ തമ്മിൽ ദൈവം മനസ്സുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. ദൈവം നിങ്ങളോട് ക്ഷമിച്ചു, ക്രിസ്തുവിൽ ക്ഷമിച്ചത് ക്രിസ്തുവിന്റെ യാഗം കണ്ട് ദൈവം നമ്മളോട് ക്ഷമിച്ചു. എഫേസ്യർ 4:32 വാക്യം. അപ്പൊ അതുപോലെ നമ്മൾ ക്ഷമിക്കണം. ആകയാൽ ദൈവം നമ്മളോട് ക്ഷമിച്ചു, അതുപോലെ നമ്മൾ ക്ഷമിക്കണം. ആകയാൽ കുഞ്ഞുമക്കളായിട്ട് കുഞ്ഞിപ്പിള്ളേരെ പോലെ എന്ത് ചെയ്യണം? പപ്പയും അമ്മയെ അനുകരിക്കണം.
ഇമിറ്റേറ്റ് ചെയ്യണം. അത് ഈ പറഞ്ഞു വന്നേ. ഞങ്ങൾ എന്താ ഇവരുടെ കിച്ചൺ സെറ്റിന്റെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു. മമ്മി ദോശ ഇടുന്നത് പോലെ തന്നെ ഒരു ദോശയൊക്കെ തിരിച്ചിട്ട് ചുട്ട് ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ച്, അല്ല ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് ചായയൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞ് ആറ്റി ഒക്കെ തരും. അപ്പൊ കുഞ്ഞു പിള്ളേര് പപ്പയും മമ്മയൊക്കെ അനുകരിക്കത്തില്ലേ? അതുപോലെ നമ്മൾ പിതാവിനെ അനുകരിക്കണം. അതിനായിട്ട് നമുക്കൊരു മാതൃക മുമ്പിൽ തന്നിട്ടുണ്ട്. അത് ആരാന്ന് ചോദിച്ചാൽ ജീസസ്. അതാ എഫേസ്യർ 5:2 വാക്യം. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച്, നമ്മളെ സ്നേഹിച്ചപ്പോ കർത്താവ് അവിടെ സ്വർഗത്തിൽ നിന്ന് അനൗൺസ്മെന്റ് ചെയ്ത് അവിടെ അങ്ങ് ഇരുന്നില്ല. മറിച്ച് കർത്താവ് പിതാവിന് തന്നെ ഒരു യാഗമായിട്ട് ഏൽപ്പിച്ചു. നമുക്ക് വേണ്ടി തന്നെ ദൈവത്തിന്, പിതാവിന് ആദ്യം പിതാവിനായിട്ട് ഏൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടി നമുക്കായിട്ട് ഏൽപ്പിച്ചത്. അതാ നമ്മളെ ആദ്യം ദൈവത്തിനായിട്ട് നമ്മെ തന്നെ കൊടുക്കുന്നു, പിന്നെ നാം മറ്റുള്ളവർക്കായിട്ട് നമ്മളെ തന്നെ കൊടുക്കുന്നു. അതതിന്റെ ഒരു പ്രയോറിറ്റി, അതിന്റെ ഒരു ഓർഡർ. നമ്മൾ 2 Corinthians 8 അങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. 2 Corinthians 8 ഗേവ് ദംസെൽസ് ടു ദ ലോർഡ് ആൻഡ് ടു അസ്. ഇപ്പൊ ചിലരാണെങ്കിൽ നമ്മളങ്ങ് മനുഷ്യരെ ശുശ്രൂഷിക്കാൻ വേണ്ടി അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തുമല്ല, ആദ്യം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തു, പിന്നെ ദൈവം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന മനുഷ്യർക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതാ 2 Corinthians 8 അതിന്റെ ഈ ഗേവ് ദംസെൽസ് ആ ഒരു വാക്യം എന്നൊന്ന് നോക്കിക്കോട്ടെ. 2 Corinthians 8 5 വാക്യം. താങ്ക് യു സിസ്റ്റർ. അതെ, അത് 5 വാക്യം. അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല. അവർ മുമ്പേ ആദ്യം തങ്ങളെ തന്നെ കർത്താവിനായിട്ട് ആദ്യം ഏൽപ്പിച്ചു കൊടുത്തു, പിന്നെ ദൈവ ഇഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്ക് ഏൽപ്പിച്ചു. അപ്പൊ അതുപോലെ നമ്മുടെ ജീവിതത്തെ കർത്താവിനായിട്ട്, ദൈവ ഇഷ്ടത്തിനൊത്തവണ്ണം ആദ്യം കർത്താവിനായിട്ട് നമ്മൾ ഏൽപ്പിക്കുന്നു, പിന്നെ നമ്മുടെ കുടുംബത്തിനായിട്ട്, നമ്മുടെ സഭയ്ക്കായിട്ട്, ഇനി ആരോടൊക്കെ ഞാൻ കർത്താവിന്റെ ജീവൻ കൊടുക്കാനുണ്ടോ, ഈ ഒരു നശിച്ചു പോകുന്ന ഈ ലോകത്തിനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യം. അപ്പൊ ആ ഒരു പ്രയോറിറ്റി നമ്മളിവിടെ കാണുന്നത്. തിരിച്ച് ഞാൻ എഫേസ്യർ 5:2 വരാം. എഫേസ്യർ 5:2 എന്ന് പറയുന്നത്, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ ദൈവത്തിന്റെ ഒരു സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുവാൻ. സ്നേഹത്തിൽ നടക്കണമെങ്കിൽ അവിടെ ഒരു വഴിപാടും യാഗവും ഒക്കെ ഉണ്ട്. അവിടെ സൗരഭ്യവാസന എവിടെ ഉയരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മള് ലേവ്യ പുസ്തകത്തിലേക്ക് വന്ന മൊത്തം സൗരഭ്യവാസനയാണ്. എന്നുവെച്ചാൽ ലേവ്യ പുസ്തകത്തിൽ മൊത്തം വഴിപാട്. അങ്ങനെ ആ വാക്യങ്ങള് പെട്ടെന്ന് എടുക്കട്ടെ. ലേവ്യ പുസ്തകം 1 അവിടെ ഹനനയാഗം അല്ലെങ്കിൽ ഹോമയാഗം അല്ലെങ്കിൽ ബേൺഡ് ഓഫറിങ്ങിനെ കുറിച്ച് എവിടെ പറയുന്നത്? ലെവിറ്റിക്കസ് 1, ലേവ്യ പുസ്തകം 1 അവിടെ വീണ്ടും 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 വീണ്ടും. പിന്നെ യാഗങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പം ആ വാക്യത്തിലേക്ക് എല്ലാം ഞാൻ പോകുന്നില്ല, പക്ഷെ നമുക്ക് എന്നെ നോക്കിയാൽ അവിടെ കാണാം. അതിന്റെ 9 വാക്യം, അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. ആ ഒരു ബേൺഡ് ഓഫറിംഗ് ബൈ ഫയർ ഓഫ് എ സൂതിങ് അറോമ. നമ്മളെ തന്നെ ആരാധനയായിട്ട് സമർപ്പണത്തിന്റെ ഒരു യാഗമാണ് ഈ ബേൺഡ് ഓഫറിംഗ് എന്ന് പറയുന്നത്. അവിടെ എബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പോകുമ്പോഴും ഞങ്ങളൊരു ദഹനയാഗം, ഹോമയാഗം കഴിക്കാൻ പോകുന്നു എന്ന് അവിടെ ഉൽപ്പത്തി 22 നമ്മളത് വായിക്കുന്നുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പം അതിന്റെ 13 വാക്യം എന്താ? 13 വാക്യത്തിലും ഹോമയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയുള്ള ദഹനയാഗമായി യാഗപീഠത്തിൽ ദഹിപ്പിക്കണം. അവിടെയും സൗരഭ്യവാസനയുടെ കാര്യം പറയുന്നുണ്ട്. പിന്നെയും പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞാൽ പോരാ. ഈ ദഹനയാഗം പറയുമ്പോൾ തന്നെ വീണ്ടും പറയുക. അതിന്റെ 17 വാക്യത്തില് ഹോമയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. എന്തി പറഞ്ഞു വരുന്നത്? നമ്മുടെ ജീവിതത്തിലെ ഒരു സൗരഭ്യവാസന, പിതാവിനൊരു സൗരഭ്യവാസന നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉയരണമെങ്കിൽ അവിടെ നമ്മുടെ സ്വയജീവനെയും ഓരോ സമയത്തും നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹം എവിടെയേ ഉള്ളൂ? ക്രൂസിലൂടെ സ്നേഹിക്കാനൊക്കെ ഉള്ളൂ. യു ക്യാൻ ഗിവ് വിതൗട്ട് ലവിങ്, ബട്ട് യു കനോട്ട് ലവ് വിതൗട്ട് ഗിവിങ് എന്ന് പറഞ്ഞത് എമി കാർമൈക്കൽ അല്ലേ എന്ന് ഞാൻ ശ്രീലയോട് ഒന്നുകൂടെ കൺഫേം ചെയ്യാം. എമി കാർമൈക്കലിന്റെ ജനനവർഷവും മരണവർഷവും കൂടെ ശ്രീല കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇത് കോട്ടിങ്ങനെ എല്ലാ ദിവസവും ഇടുന്നുണ്ട്. എമി കാർമൈക്കൽ എന്ന് പറഞ്ഞൊരു മിഷണറി വനിത തിരുനെൽവേലി, തമിഴ്നാട്ടിലെ തിരുനെൽവേലിക്ക് അടുത്ത് ഡൊണാവൂരില് വന്ന് വിദേശ മിഷണറി വനിതയായ അവര് പറഞ്ഞൊരു വാക്യം, യു ക്യാൻ ഗിവ്. പല കാര്യങ്ങളും നമുക്ക് ചിലപ്പം കൊടുക്കാം, യഥാർത്ഥത്തിൽ ഒരു സ്നേഹമില്ലാതെ നമ്മളുടെ പേരിനായിട്ട് മനസ്സാക്ഷി എന്ന് ഇതാക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ നമുക്ക് പല കാര്യങ്ങളൊക്കെ കൊടുക്കാം വിതൗട്ട് ലവ്. യു ക്യാൻ ഗിവ് വിതൗട്ട് ലവിങ്, ബട്ട് യു കനോട്ട് ലവ്. യഥാർത്ഥത്തിൽ നമുക്ക് സ്നേഹിക്കണമെങ്കിൽ യു കനോട്ട് ഡു ദാറ്റ് വിതൗട്ട് ഗിവിങ് യുവർ സെൽഫ് ലൈഫ്. നമ്മളുടെ ആ സ്വയജീവനെ കൊടുക്കാതെ നമുക്ക് യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ പറ്റില്ല. നമുക്കിപ്പം ഭാര്യയെ
കർത്താവ് സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കണം എന്ന് ഭർത്താക്കന്മാരോട് പറഞ്ഞു. അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് ഭാര്യ സഭ എല്ലാത്തിനും കീഴടങ്ങുന്നത് പോലെ ഭർത്താവിന് കീഴടങ്ങുമെന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അപ്പനമ്മമാർക്ക് കീഴടങ്ങുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളുടെ സഹോദരങ്ങൾ, കൂട്ടു സഹോദരങ്ങളെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു കാര്യം. നമുക്കിപ്പോ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ, നമുക്ക് സ്നേഹിക്കാൻ പ്രയാസമുള്ള ഒരാൾ, നിങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ സാഗ്ബറിന്റെ പിന്നെ നാൾ മുമ്പേലെ പ്രസംഗം കേൾക്കുമായിരുന്നു. അപ്പം ഇമാജിൻ എ പേഴ്സൺ ദാറ്റ് ഹൂം യു ഡു നോട്ട് ലൈക്ക്. ആ എല്ലാവരുടെയും മനസ്സിൽ ഒരാൾ വന്നിട്ടാണ് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇഷ്ടമില്ലാതെ നമുക്ക് സ്നേഹിക്കാൻ പ്രയാസമുള്ള ഒരാളെ പെട്ടെന്ന് ഒന്ന് മനസ്സിൽ ഓർക്കുക. എല്ലാവരുടെയും മനസ്സിൽ നീ പെട്ടെന്ന് തന്നെ അത് വലിയ ചിലപ്പോൾ സമയമൊന്നും എടുക്കണ്ട. ഞാൻ ഇനി സ്നേഹിക്കാൻ പ്രയാസമുള്ള ആരൊക്കെയാണെന്നോ ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സാക്ഷിയിൽ ചിലപ്പോൾ നമുക്ക് നമ്മളവരെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ എങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്നേഹിക്കാൻ ഒരു പ്രയാസമായിരിക്കാം. നമുക്ക് സ്വാഭാവികമായിട്ട് അവരുടെ ആ ഒരു ചില കാര്യങ്ങളൊന്നും വലിയ ഇഷ്ടമായിരിക്കത്തില്ല. പക്ഷെ അവിടെ ഒരു സ്നേഹിക്കണമെങ്കിൽ അവിടെ ഒരു ക്രൂസ് വേണം. ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ടോ? അവരെ സ്നേഹിക്കുന്നു. അപ്പോൾ കർത്താവേ, ആ സ്നേഹത്തിൽ എന്നെ നടക്കണം. ഞാൻ എന്റെ ആ സ്വയജീവൻ, എന്റെ ആ സ്നേഹത്തിൽ നടക്കുമെന്ന നമ്മളിപ്പോ എവിടെ എഫേസ്യർ 5:2 നമ്മൾ വായിച്ച യേശു കർത്താവ് സ്നേഹത്തിൽ നടന്നതുപോലെ എനിക്കും സ്നേഹത്തിൽ നടക്കണം. എന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അവിടുത്തെ ആ സ്നേഹം, പരസ്പരമുള്ള സ്നേഹം, ആ സ്നേഹത്തിൽ നടക്കുവാൻ തക്കവണ്ണം ഒരു സൗരഭ്യവാസനയായിട്ട്, ഒരു ദഹനയാഗമായിട്ട്, ഒരു ഹോമയാഗമായിട്ട് എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവേ, എനിക്ക് സ്നേഹിക്കാൻ പ്രയാസമുള്ള ചില വ്യക്തികൾ കാണും, എനിക്ക് ക്ഷമിക്കാൻ പ്രയാസമുള്ള ചില വ്യക്തികൾ കാണും. കർത്താവേ, അവരെല്ലാം അവിടെ ഞാനൊരു ഹോമയാഗമായിട്ട് എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ഒരു ആത്മാവിനാൽ കർത്താവേ, അവിടുത്തെ ആത്മീയാൽ എന്നെ നിറയ്ക്കണം. അവിടുത്തെ സൗരഭ്യവാസനയായിട്ട് അത് ഉയരട്ടെ. അങ്ങനെ സ്നേഹത്തിൽ നടക്കുവാൻ നമുക്ക് യഥാർത്ഥത്തിൽ ഒരാളെ സ്നേഹിക്കണമെങ്കിൽ അവിടെ ക്രൂശ് ഉണ്ട്. നമ്മൾ വെറുതെ ചിലപ്പോൾ നമ്മളോട് ഇഷ്ടമുള്ളവരോട് നമ്മൾ തിരിച്ചും നമ്മളോട് ഇങ്ങോട്ട് വന്ദനം പറയുന്നവരോട് അങ്ങോട്ടും വന്ദനം പറയുന്നതിൽ എനിക്ക് എന്തോ വലിയ കാര്യമെന്ന് കർത്താവ് മത്തായി 5:44 മുതലുള്ള വാക്യങ്ങളിൽ അത് ചോദിക്കുന്നുണ്ട്. ശത്രുക്കളെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരോട് തിരിച്ച് സ്നേഹിക്കാൻ അത് മാനുഷിക സ്നേഹമാണ്. അത് കഴിഞ്ഞിട്ട് ആ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങൾ സൽഗുണപൂർണ്ണരായിരിക്കുവിൻ എന്ന് പറയുമ്പോൾ അവിടെ സ്നേഹത്തിൽ തികഞ്ഞവരായിരിക്കുവിൻ, പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്നേഹത്തിൽ നമ്മൾ തികഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കുള്ള ദൈവം തരുന്ന കപ്പാസിറ്റിക്ക് അനുസരിച്ച് അത് നിറഞ്ഞു കവിഞ്ഞ്, എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നത് പോലെ ഒരു സ്നേഹത്തിൽ നിറഞ്ഞു കവിയും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പം നമുക്ക് നമ്മളെ നമ്മളെ പൂഴ്ത്തി പറയൂ, നമ്മൾക്ക് സ്തുതി പാടുകയൊക്കെ ചെയ്യുന്നവരോട്, അല്ലെങ്കിൽ നമുക്ക് പ്രയാസം ഉണ്ടാക്കാത്തവരോട് നമുക്ക് സ്നേഹമാണ്. പക്ഷെ നമുക്കൊരു പ്രയാസം ഉണ്ടാക്കുന്നവരോട്, അല്ലെങ്കിൽ നമ്മളെ അത്രയും നമ്മളെ വെറുക്കുന്നവരോട്, നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നവരോടും, അവരോടും എല്ലാവരോടും ആ ഒരു സ്നേഹം, എല്ലാവരോടും ക്ഷമിക്കാനും സ്നേഹിക്കാനും ഒരു ക്രൂശുണ്ട്. ആ ഒരു യഥാർത്ഥത്തിൽ ഒരു ദൈവിക സ്നേഹം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭാര്യാഭർത്തൃ ബന്ധത്തിലാവട്ടെ, കുഞ്ഞുങ്ങളുടെ ബന്ധത്തിലാവട്ടെ, അപ്പനന്മാരുടെ ബന്ധത്തിലാവട്ടെ, ബാക്കി സഹപ്രവർത്തകരോടോ വിശ്വാസികളോടോ ഒക്കെ ബന്ധത്തിൽ യഥാർത്ഥ ദൈവിക സ്നേഹം നമ്മളിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകണമെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു ക്രൂസ് ഉണ്ട്. അവിടെ ഒരു ഹോമയാഗമായിട്ട്, ഒരു ഫ്രേഗ്രന്റ് അറോമയായിട്ട് കർത്താവെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഞാനും എൻ്റെ പിതാവിന് എന്നെ തന്നെ താഴ്ത്തി. ചിലപ്പോൾ നമുക്ക് ദേഷ്യപ്പെടാനോ കൈപ്പാട്ടിരിക്കാനോ ഒക്കെ ഉള്ള പ്രലോഭനം വരുന്ന സാഹചര്യത്തിൽ അവിടെ എന്നെ തന്നെ അങ്ങ് താഴ്ത്തി. കർത്താവേ, അങ്ങ് അനുവദിക്കാതെ അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. അങ്ങ് അറിയാതെ ഒരു സഹോദരനോ അല്ലെങ്കിൽ ഒരാൾക്ക് എന്നെ കുറിച്ച് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു സാഹചര്യം ഇങ്ങനെ വരത്തില്ല. കർത്താവ്, ഞാൻ എന്നെ തന്നെ അങ്ങ് താഴ്ത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു യാഗമുണ്ട്. എന്നാൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മളൊന്നും നിറഞ്ഞൊരു സ്നേഹം നമ്മളൊന്നും നിറഞ്ഞു കവിഞ്ഞൊഴുകും. നമുക്ക് സ്നേഹത്തോടെ, കൃപയോടെയുള്ള വാക്കുകൾ സംസാരിക്കാനും, സ്നേഹത്തോടെ ഉള്ള പ്രവൃത്തികൾ ചെയ്യുവാനും, മറ്റുള്ളവർക്കായിട്ട് എന്ത് ചെയ്താലും കർത്താവിനെ എന്തുകൊണ്ട് ചെയ്യുന്ന ഇത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ സ്നേഹത്തിന് കർത്താവ് നടന്നതുപോലെ നടക്കുവാനായിട്ട് കർത്താവ് നമ്മളെ ഒത്തിരി സഹായിക്കട്ടെ. നമ്മൾ അതിന്റെ ഓരോ വരികളും അർത്ഥമാക്കിക്കൊണ്ട് നമ്മളുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആ ഒരു പ്രായോഗികമായിട്ടുള്ള ഇനി വരുന്ന ഓരോ ദിവസങ്ങളും, ഇന്നാകട്ടെ നാളെ ആകട്ടെ, ഓരോ ദിവസങ്ങളും കർത്താവേ, അവിടുന്ന് എൻ്റെ കൂടെ ഉണ്ട്. അവിടുത്തോടൊപ്പം ഉള്ള ഒരു സ്നേഹത്തിലുള്ള ഒരു നടപ്പ്, അത് കർത്താവേ എൻ്റെ ജീവിതത്തിൽ അതൊരു യാഥാർത്ഥ്യമായിട്ട് ആയിത്തീരണം. ഒരു ആഴ്ചയിലും കർത്താവേ എന്തെങ്കിലുമൊക്കെ സമർപ്പിച്ചിട്ട് വീണ്ടും വീണ്ടും പഴയ രീതിയിലോട്ട് പോകുന്നത് പോലെയല്ല, മറിച്ച് കർത്താവേ എൻ്റെ ജീവിതത്തിൽ അങ്ങോടൊപ്പം ഉള്ള ഒരു നടപ്പ് യാഥാർത്ഥ്യമായിട്ട് തീരണം. അവിടുന്ന് എൻ്റെ കൂടെയുണ്ട്, അവിടുന്ന് എന്നെ അന്ത്യം വരെ നടത്തും. അവിടുത്തെ മാർവോട് ചാരി അവിടുത്തെ കൈകോർത്ത് ശോധനയേറുന്ന വേളകളിലൊക്കെ നിരാശയൊന്നുമില്ല, എൻ്റെ പ്രിയൻ കൂടെ ഉള്ളതാൽ എന്നൊക്കെ നമ്മുടെ താഴോട്ട് നമ്മൾ പാടുന്നതിൻ്റെ 3-ാമത്തെ സ്റ്റാൻസിലൊക്കെ ആകുല ചിന്തകളൊന്നും വേണ്ട, ആശ്വാസകാലമുണ്ട്.
ആത്മാവിനാൽ നടന്നിടാം ക്രിസ്തു വിശ്വാസി. പരിശുദ്ധാത്മാവിനാൽ നടക്കുകയാണെങ്കിൽ നമ്മൾ ജഡത്തിന്റെ പ്രവൃത്തികളെ നിവർത്തിക്കുകയില്ല എന്ന് എല്ലാം നമ്മൾ കേട്ടു. സൗകര്യങ്ങളിലൂടെ എല്ലാം നമ്മൾ പിതാവിന്റെ ആ ഒരു സ്നേഹത്തിന്റെ നടത്തിപ്പിനെ കുറിച്ചെല്ലാം നമ്മൾ കേട്ടു. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ അവർ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രികളുമായിട്ട് പ്രിയ മക്കളായിട്ട്, മക്കളുണ്ട് എന്ന പ്രിയ മക്കളായിട്ട് കർത്താവിനെ അനുസരിക്കുന്ന, കർത്താവിനെ പുരോഹിതത്തോടെ സ്നേഹിക്കുന്ന മക്കള്, അനുസരണമില്ലാത്ത മക്കളൊക്കെ ഉണ്ട് എന്ന പ്രിയ മക്കളായിട്ട് കർത്താവിന്റെ വിളിക്കായിട്ട് കാതോർക്കുന്ന, കർത്താവിന്റെ ശബ്ദത്തിനായിട്ട് കാതോർക്കുന്ന പ്രിയ മക്കളായിട്ട് ആ കർത്താവിന്റെ കൂടെ ആ കർത്താവിനെ ചാരിക്കൊണ്ട് നമുക്ക് കർത്താവിനെ നോക്കി സമർപ്പണത്തോടെ നമുക്ക് പാടാം. കൂടുണ്ട് പ്രിയനൻ ചാരവേ, ചാരിടും ഞാൻ ആ മാർവതിൽ, കേൾക്കുന്നു നാഥനിൻ സ്വരം, മുൻപോട്ടു പോയിടാം. കൂടുണ്ട് പ്രിയനൻ ചാരവേ, ചാരിടും ഞാൻ ആ മാർവതിൽ, കേൾക്കുന്നു നാഥനിൻ സ്വരം, മുൻപോട്ടു പോയിടാം. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. കാക്കയാൽ ആഹാരം തന്നിടും, ശ്രേഷ്ഠമായി എന്നെ നടത്തിടും, വിശ്വസ്തരിന്നെ വിളിച്ചതാ നടത്തുമന്ത്യം വരെ. ഏകനായി തീർന്നിടും നേരത്തിൽ, ശോധനയേറിടും വേളയിൽ, ഇല്ലതെല്ലും നിരാശകൾ എൻ പ്രിയൻ കൂടുള്ളതാ. കാക്കയാൽ ആഹാരം തന്നിടും, ശ്രേഷ്ഠമായി എന്നെ നടത്തിടും, വിശ്വസ്തരിന്നെ വിളിച്ചതാ നടത്തുമന്ത്യം വരെ. ഏകനായി തീർന്നിടും നേരത്തിൽ, ശോധനയേറിടും വേളയിൽ, ഇല്ലതെല്ലും നിരാശകൾ എൻ പ്രിയൻ കൂടുള്ളതാ. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. പാടും ഞാൻ ആയുസ്സിൻ നാളെല്ലാം വീണ്ടെടുത്ത എൻ പ്രിയനെ, സ്തോത്രം ഞാൻ ചെയ്തിടും സാനന്ദം ആനൽ സന്തോഷത്തെ. ആകുല ചിന്തകൾ വേണ്ടിനി, ആശ്വാസകാലമതുണ്ടല്ലോ, ആത്മാവിനായി നടന്നിടാം ക്രിസ്തു വിശ്വാസിയേ. പാടും ഞാൻ ആയുസ്സിൻ നാളെല്ലാം വീണ്ടെടുത്ത എൻ പ്രിയനെ, സ്തോത്രം ഞാൻ ചെയ്തിടും സാനന്ദം ആനൽ സന്തോഷത്തെ. ആകുല ചിന്തകൾ വേണ്ടിനി, ആശ്വാസകാലമതുണ്ടല്ലോ, ആത്മാവിനാലെ നടന്നിടാം ക്രിസ്തു വിശ്വാസിയേ. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ
യേശുതാൻ എന്നുടെ സമ്പത്തും വാഗ്ദത്തമാം നിക്ഷേപവും ഭാഗ്യമേറും പ്രത്യാശയും തേജസമ്പൂർണതയും കാണുന്നു ഞാൻ വൻ സൈന്യത്തെ ശോഭനപൂർണരം സംഘത്തെ വിശുദ്ധന്മാരുടെ കൂട്ടത്തെ നിത്യസന്തോഷത്തിൽ നിന്നുടെ സമ്പത്തും വാഗ്ദത്തമാം നിക്ഷേപവും ഭാഗ്യമേറും പ്രത്യാശയും തേജസമ്പൂർണതയും കാണുന്നു ഞാൻ വൻ സൈന്യത്തെ ശോഭനപൂർണരം സംഘത്തെ വിശുദ്ധന്മാരുടെ കൂട്ടത്തെ നിത്യസന്തോഷത്തിൽ ഹല്ലേലൂയാ 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 ആമേൻ ഹല്ലേലൂയാ 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 ആമേൻ. അതേ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ അവിടുന്ന് അന്ത്യം വരെയും ഞങ്ങളെ നടത്തും. അവിടുന്ന് വിശ്വസ്തനാണ്, എല്ലാം പുതിയതാക്കുന്ന ഒരു കർത്താവ്. അതെ കർത്താവേ, പഴയ കാര്യങ്ങളെ ചൊല്ലി ഓർത്ത് വിലപിച്ചിരിക്കേണ്ടതായിട്ടില്ല. പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെട്ടിരിക്കേണ്ടതായിട്ടില്ല. പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിഗളിക്കേണ്ട കാര്യവുമില്ല. എന്നാ കർത്താവേ, പഴയ നല്ല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അവിടത്തേക്ക് നന്ദി പറഞ്ഞ് അവിടത്തേക്ക് മഹത്വം കരയേറ്റി പഴയ പരാജയങ്ങളിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് കർത്താവേ, മരുഭൂമിയിലെ ആറുകളെ മരുഭൂമിയിലൊരു വലിയ വഴി, ആ ആ റിവേഴ്സ് ഇൻ ദ ഡെസേർട്ട്, മരുഭൂമിയിൽ വലിയ നദികളെ ഒരുക്കുന്ന റോഡ്വേ ഇൻ ദ വിൽഡർനെസ്, മരുഭൂപ്രദേശത്ത് വലിയ വലിയ വഴികൾ ഒരുക്കുന്ന ഒരു കർത്താവ്, ഇന്ന് എൻ്റെ ജീവിതത്തെ പുതുതാക്കുന്ന ഒരു കർത്താവ്. അതെ കർത്താവേ, ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ആഴും ശൂന്യവും ഇരുണ്ടതുമായിരിക്കുന്ന ആ ഭൂമിയെ ഏറ്റവും നല്ലത് 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 നല്ലതെന്ന് പറയും, ഏറ്റവും നല്ലതെന്ന് പറയുവാൻ കഴിവുള്ള ഒരു കർത്താവിൻ്റെ അടുക്കിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. നമുക്ക് പറയാം, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. ആ കർത്താവിനെ അങ്ങ് വസിച്ചാൽ മതി. നിങ്ങൾ എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിവള്ളി കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ അതിന്റെ ഫലം കഴിക്കാൻ സാധിക്കാത്തതുപോലെ ഒരു നിസ്സഹായ അവസ്ഥയോടെ അങ്ങനെ ഞങ്ങൾ വസിക്കുന്നു, ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. അതെ കർത്താവേ, ഞങ്ങളിൽ മരണം നടക്കുമ്പോൾ അത് അനേകരിലേക്ക് ജീവനായിട്ടായി തീരുമല്ലോ. ഞങ്ങളെ തന്നെ മരണത്തിനായിട്ട് ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തെ ഞങ്ങൾ ഏൽപ്പിച്ചു തരുമ്പോൾ കർത്താവേ, അനേകർക്ക് ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് ആ പാനപാത്രം നിറഞ്ഞ ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് തന്നെ ആദ്യം, ഇത് ഞങ്ങളുടെ അയൽവക്കത്തുള്ളവർക്ക്, ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ഞങ്ങളുടെ സഹപാഠികൾക്ക്, സഹപ്രവർത്തകർക്ക്, ഞങ്ങളുടെ സഭയിലുള്ളവർക്ക് എല്ലാം കർത്താവേ, ഇതൊരു സൗരഭ്യവാസനയായിട്ട് ആ പാനപാത്രം നിറഞ്ഞ കവിഞ്ഞ് ഒഴുകുമല്ലോ കർത്താവേ. അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ കർത്താവേ. കർത്താവേ, അവിടത്തേക്ക് ഒരു നത്തിങ് ടു ഡിഫിക്കൽട്ട് ഫോർ യു. അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അവിടുത്തെ മുമ്പാകെ ആ ഇബ്രാഹിമിനോട് പറഞ്ഞതുപോലെ എൻ്റെ മുമ്പാകെ നീ നിഷ്കളങ്കനായിട്ട് നടക്കുക. ആ ഉൽപ്പത്തി 17 ഇബ്രാഹിമിനോട് പറയുന്നത് പോലെ കർത്താവിന് മുമ്പാകെ നിഷ്കളങ്കതയോടെ കർത്താവിനെ കരം ചേർത്ത് നടക്കുവാൻ തക്കവണ്ണം കർത്താവേ, ഞങ്ങളതിനെ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ, ഞങ്ങളുടെ മനോഭാവങ്ങള് കർത്താവേ, ഞങ്ങളുടെ ചിന്തകള്, ഞങ്ങളുടെ വാക്കുകള്, പ്രവൃത്തികളെല്ലാം എല്ലാ മേഖലകളിലേക്കും കർത്താവേ അവിടുത്തെ ആത്മാവിന്റെ പ്രവാഹം ഉണ്ടാകുന്നതിനായിട്ട് ഞങ്ങളതിനെ ഏൽപ്പിക്കുന്നുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ കർത്താവേ ഞങ്ങളെ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളതിനെ താഴ്ത്തി ഒരു പൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട് ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കാൻ യേശു അങ്ങനെ സൗരഭ്യവാസനയായിട്ടുള്ള വഴിപാടായിട്ട് അവിടുന്ന് തന്നെ തന്നെ അർപ്പിച്ചു. അവിടെ ഒരു വഴിപാടായിട്ട് അർപ്പിച്ചു, അങ്ങനെ തന്നെ ഏൽപ്പിച്ചു. അവിടെ ഒരു യാഗം ഉണ്ടായിരുന്നു, അവിടെ ഒരു മരണം ഉണ്ടായിരുന്നു, യാഗപീഠം, അവിടെ ഒരു കൊല, സ്വയജീവന്റെ ഒരു
സ്ലേയിങ് ഓഫ് ദ പാസ്കൽ ലാംബ്, പെസഹ കുഞ്ഞാടിനെ കൊലക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നത് പോലെ കർത്താവ് അവിടെ ഒരു യാഗം ഉണ്ടായിരുന്നല്ലോ. അവിടത്തേക്ക് ഒരു വിലയുള്ള യാഗമായിട്ട് അവിടുത്തെ പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അത് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ഒരു സമയത്തും കർത്താവെ ഒരു ഇടപെടലിലും ഒരു സംസാരത്തിലും വാക്കുകളിലും ഒക്കെ അവിടെ ഒരു യാഗം ഉണ്ടായിരിക്കട്ടെ കർത്താവ്, നിരന്തരമായ ഒരു ഹോമയാഗം എപ്പോഴും കർത്താവ്. ഞങ്ങളുടെ ആ സ്വന്തം ഇഷ്ടം, ഞങ്ങളുടെ ജഡം, ആ ജഡത്തിന്റെ ജഡത്തിന് ഇഷ്ടം ചെയ്യുമ്പോൾ ഉള്ളൊരു കത്തിക്കരിഞ്ഞ ദുർഗന്ധമെല്ലാം മറിച്ച് കർത്താവെ ആ ജഡത്തെ യാഗമായിട്ട് അർപ്പിക്കുമ്പോൾ ആ ഹോമയാഗപീഠത്തെങ്കിൽ നിന്ന് ഉയരുന്ന സ്വർഗത്തിലേക്ക് ഉയരുന്ന ഒരു സ്വരവാസനയായിരിക്കും. എന്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത് എന്റെ പ്രിയപുത്രൻ, ഇതിന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളില് സന്തോഷിച്ച് പ്രസാദിക്കുന്ന കർത്താവെ അവിടുത്തെ വചനം കേൾപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ താഴ്ത്തുന്ന കർത്താവ്, തടസ്സമായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ അസ്വന്തം ഇഷ്ടം മാത്രമേ തടസ്സമായിട്ടുള്ളൂ. ഞങ്ങളെ പിന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു തരുന്ന ഞങ്ങളുടെ ജീവിതം എല്ലാ മേഖലകളിലേക്കും അവിടുത്തെ ആത്മാവിന് പ്രവാഹം ഉണ്ടാകണം. ഇപ്പോൾ തന്നെ ഞങ്ങൾ നിറയ്ക്കണം കർത്താവ്, ഫ്രഷായിട്ട് ഞങ്ങൾ നിറയ്ക്കണം. ആ സ്നേഹത്തില് അവിടുത്തെ കരം ചേർന്ന് നടക്കുക. എന്ത് ചെയ്താലും അങ്ങേക്ക് എന്നവണ്ണം ചെയ്യുക. ഞങ്ങളെ സഹായിക്കണേ കർത്താവ്. ഞങ്ങൾ എന്ത് ചെയ്യുമ്പോഴും യേശുവിനായിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഞങ്ങളുടെ ഭക്ഷണവും പാനീയവും പോലും കർത്താവെ അല്ല കർത്താവിടെ നാമോഹത്തിനായിട്ട്, എനിക്കായിട്ടൊന്നും വേണ്ട കർത്താവെ. വേറെ ആൾക്കാരെ ബോധ്യപ്പെടുത്താനും അല്ല, മറിച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിന്റെ മുമ്പാകെ ചെയ്യുക. ഇടം കൈ ചെയ്യുന്നത് വലം കൈ കൊണ്ട് ചെയ്യുന്നത് ഇടം കൈ അറിയാതെ അവിടെ നാമോഹത്തിനായിട്ട് ചെയ്യുവാന് കർത്താവ്. മനുഷ്യരാരെങ്കിലും ബഹുമാനം തന്നാലും അത് പെട്ടെന്ന് തന്നെ അങ്ങക്ക് കർത്താവെ ഇട്ടുകൊടുക്കുവാനും കർത്താവ് സഹായിച്ചാൽ അവിടുന്ന് ജീവനാൽ ഞങ്ങളെ കിരീടമണിയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീതിയാലും ജീവനാലും കർത്താവെ അവിടുന്ന് ഇപ്പോൾ തന്നെ ഞങ്ങളെ കിരീടമണിയിപ്പിച്ചാട്ടെ. ക്രൗൺ ഓഫ് യുവർ ലൈഫ് ആകുക ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. ആ ജീവൻ കവിഞ്ഞ് ഒതുകട്ടെ കർത്താവ്. നേരിയ ജീവനായിട്ട് സൗരഭ്യവാസനയായിട്ട് ആയിത്തീരട്ടെ. നന്ദി കർത്താവ്, നന്ദി. അവിടുന്ന് ഞങ്ങളെ സഹായിക്കും. നമ്മൾ വിശ്വസിക്കുന്ന കർത്താവെ സഹായിക്കും. ഞങ്ങള് കൂടുതലും മെച്ചപ്പെട്ട ക്രിസ്ത്യാനികളായിട്ട് ഇവിടുന്ന് തിരിഞ്ഞു പോകട്ടെ. ഇവിടുത്തെ കുഞ്ഞുനാളത്തെ മഹത്വപ്പെടുത്തിയായിട്ട് നന്ദി കർത്താവ്. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന ഇടതിനോട് സ്തുതിക്കുന്ന എല്ലാം ഈ കർത്താവിന്റെ വിലയേറിയ മാതൃകകളാണ്. ആമേൻ.